Hello, good morning, Nisha, Akhila. Good morning, Miss. Okay, good morning. നമ്മളെല്ലാ ദിവസവും വൈകി കയറാൻ എല്ലാവരും ഇല്ലേ കയറട്ടെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തേ എന്നൊക്കെ വിചാരിച്ചാണ് തോന്നുന്നത് പിള്ളേർ വൈകണേ. കഴിഞ്ഞ ദിവസം അതെ തുടങ്ങിയപ്പോ നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ വീണ്ടും 5 മിനിറ്റ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി അങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റില്ല. 11 തുടങ്ങാന്ന് വിചാരിച്ചത്, പക്ഷെ 1 മിനിറ്റ് ഞാൻ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു മാത്രം. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് എന്തായാലും നിങ്ങളുടെ എന്താ പറയാ ക്ലാസ്സസ് അവസാനിപ്പിക്കേണ്ട ടൈം പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്തായാലും കുറച്ച് സ്പീഡപ്പ് ആവാതെ നിവർത്തിയില്ല. കുറച്ച് ലാഗായിട്ട് പോയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്നതിന്റെ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് കാരണം പെട്ടെന്ന് തീർക്കാനുള്ള ഓട്ടത്തിലാണ്. എത്രയും പെട്ടെന്ന് തീർക്കണം, നിങ്ങളുടെ കോഴ്സ് തീർക്കണം. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട നമുക്ക് ആർക്കും വേണ്ടി. ലെറ്റ് ദം ജോയിൻ. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നല്ലോ അല്ലെ? അപ്പൊ അത് വേഗം രണ്ടുപേരും മാറി അങ്ങോട്ട് വായിച്ചിട്ട് ആൻസേഴ്സ് പെട്ടെന്ന് പറഞ്ഞോ പറയുമ്പോഴേക്കും അവര് ജോയിൻ ചെയ്യുന്നവര് ചെയ്യട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിമിഷം വായിക്കാമോ? Any item or material that has spilled or leaked from its designated container is called a spillage waste. സ്പില്ലേജ് വേസ്റ്റ് എന്നാണ് പറയാ. ഏതെങ്കിലും ഐറ്റം അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഒരു പ്രത്യേക, അതായത് ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന കണ്ടെയ്നർ അതിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ പുറത്തു പോയാൽ അതിനെ നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്നാണ് പറയാ. അതില നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും. അതാണ് മിസ്. പറയും. എക്സ്പാൻഡ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഞാൻ മിസ് ക്വസ്റ്റ്യൻ കുറച്ച് ഇടയെന്നൊക്കെ എഴുതിയുണ്ട്. 2-3 എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അഖില എന്തായിരുന്നു ശരിക്കും? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ശരിക്കുള്ള ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ശരിക്കുള്ള ക്വസ്റ്റ്യൻ ഞാൻ നമ്പർ ഇട്ടില്ല മിസ്. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയെന്ന്. ആണോ? Gas in a hospital consists of blood, body fluids, chemicals or other dangerous substances. That's second question. അതിന്റെ ആൻസർ സ്പില്ലേജ് വേസ്റ്റ് അല്ലേ? അതന്നെ, സ്പില്ലേജ് വേസ്റ്റ് തന്നെയാണ്. ഡാഷ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ് ഓർ അതർ ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. അതായത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, മറ്റു തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെല്ലാം തന്നെ ഹോസ്പിറ്റലിലെ എന്തായിട്ടാണ് നമ്മൾ പറയപ്പെടുക? സ്പില്ലേജ് വേസ്റ്റ് എന്നാണ് പറയപ്പെടുക കേട്ടോ. അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, അടുത്തത് വായിക്കും. നിമിഷം തന്നെ വായിക്കപ്പോ. ഒരു മിനിറ്റ് നിമിഷ പ്ലസ്. അതായത് എങ്കിലൊന്ന് ശ്രദ്ധിച്ചേക്കാം, പറയുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് വായിക്കുമ്പോ ഏതാന്ന് നോക്കിയിരുന്നിട്ട് കറക്റ്റ് ആൻസർ ആണ് കൊടുത്തേക്കണേ. ഇൻ കേസ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ആൻസർ ചെയ്ത് വെക്കാട്ടോ പെട്ടെന്ന് തന്നെ. വായിച്ചോ. പിന്നെ which are the risks associated with spillage waste? സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട റിസ്കുകൾ ഏതൊക്കെയാണ്? Infection, chemical exposure, injury, radiation exposure, environmental pollution, legal and ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. അതെണ്ണാണ് 6 എണ്ണമാണ്. ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ, എൻവയോൺമെന്റ് പൊല്യൂഷൻ ആൻഡ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. 6 റിസ്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ടതുള്ളത്. അപ്പൊ ചിലപ്പോ ഈ റിസ്കുകളിൽ പെടാത്തത് ഏത്, പെട്ടത് ഏത്, ഇതിനകത്ത് ഏതൊക്കെയാണ് റിസ്ക് ആയിട്ട് വരിക, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. എന്തായാലും നിങ്ങൾ ആ റിസ്കുകളുടെ പേരുകൾ ഓർത്തിരിക്കുക. ഇൻഫെക്ഷൻ ഉണ്ട്, ഇഞ്ചുറി ഉണ്ട്, കെമിക്കൽ എക്സ്പോഷർ ഉണ്ട്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ട്, റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ട്, മാത്രമല്ല ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അതുമൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ. പിന്നെ which are the types of spillage waste in hospitals? അതിന്റെ ആൻസർ വരുന്നത് ടൈപ്സ് അല്ലേ? ടൈപ്സ് അല്ലേ? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഫാറ്റ്സ്, പിന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ്,
പിന്നെ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അതെ, ഇത്രയുമാണ്. അതൊക്കെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിൽ സാധാരണയായിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റുകളുടെ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണ്. കെമിക്കൽസ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, തന്നെ ഓർഗാനിക് മെറ്റീരിയൽസ്, പിന്നെ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. Dash is one of the important aspect of waste management, which have serious after effects if not managed properly. ഏതാണത്? അതായത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകാവുന്ന സീരിയസ് ആയിട്ടുള്ള, ഒത്തിരി സീരിയസ് ആയിട്ടുള്ള ആഫ്റ്റർ ഇഫക്റ്റുകൾ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അത് എന്തില്ലെങ്കിൽ എന്നാണ് പറഞ്ഞേക്കണേ. ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ. ഏതാണത്? പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് യെസ്, അതന്നെയാണ് ലീക്കേജ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. കേട്ടാ, ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്, അതാണ് അതിന്റെ ആൻസർ. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ആ മൂന്നാമത്തെ പേജിനകത്ത് കിടക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ പേജിൽ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ തൊട്ട് താഴെയുള്ള സെന്റൻസ് ആണ് തന്നിരുന്നത്. Dash is one of the important aspects of waste management in hospitals if it have a serious after effect is not managed properly. Leakage waste management ആണ്. Next one. Expand PPE, personal protective equipment. Okay, personal protective equipment. Okay, next one. Which are the examples of PPE? അതില് ഗ്ലൗസ്, പിന്നെ ഗൗണ്, പിന്നെ ഫേസ് മാസ്ക്, പിന്നെ ഗൂഗിൾസ്, പിന്നെ ഷൂസ് എല്ലാം തന്നെ വരും. ഗ്ലൗസ്, ഗൗൺസ്, ഫേസ് ഷീൽഡ്, പിന്നെ പറയാ ഗോഗിൾസ് അല്ലെ, ഫേസ് മാസ്ക്, ഇതെല്ലാം തന്നെ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പിന്നെ find the odd one. Amniotic fluid, semen, saliva, blood. നെക്സ്റ്റ് വൺ. അതെ, ആൻസർ ഞാൻ ഇതിൽ ടിക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇത്രേ ആൻസർ എഴുതിയിട്ടുള്ളൂ. ഇനി 4 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇനിയുണ്ടോ ക്വസ്റ്റ്യൻസ്? 12 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഞാനിപ്പോ വായിച്ചത് 8ാമത്തെയാണ്. Find the odd one. Amniotic fluid, semen, saliva, blood. അപ്പൊ അതിനകത്ത് പെടാത്തത് ഫ്ലൂയിഡുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതല്ലേ നമ്മുടെ ശരീരത്തിലെ? ബ്ലഡ് ആയിരിക്കാം ആൻസർ. ബ്ലഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. ആൻസർ അറിയില്ലെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. മെർക്കുറി സ്പില്ലേജ് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവിറോൺമെന്റ് ആയിരിക്കും. ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ എൻവിറോൺമെന്റ് ആയി തോന്നുന്നു. ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും ഏറ്റവും ഭയങ്കരമായിട്ട് എന്താ പറയാ എഫക്ട് ചെയ്യാവുന്ന, ഡേഞ്ചറസ് ആകാവുന്ന ഒരു ലീക്കേജ് ഏതാണ് അതിനകത്ത്? മെർക്കുറി ലീക്കേജ് ആണ് കേട്ടോ. മെർക്കുറി ലീക്കേജ് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, പിന്നെ spillage of mercury should be decontaminated with dash solution. Hypochlorite solution. അതെ, അത് തന്നെയാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. മെർക്കുറി അല്ലേ ചോദിച്ചത്? മെർക്കുറി ക്ലീനപ്പ് ചെയ്യാനായിട്ട് സോഡിയം തയോസൾഫേറ്റ് ആണ്. മറ്റേത് ഏതായിരുന്നു? ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ പറഞ്ഞത് അല്ലാതെയുള്ള കെമിക്കൽ മറ്റേതൊക്കെ പോയി ബ്ലഡ്, യൂറിൻ അങ്ങനത്തെ പോയല്ലോ തോന്നുന്നു. അതെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസിൻഫെക്ടന്റ് ചെയ്യാനാണ് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. അത് മറക്കരുത്. മെർക്കുറി സ്പില്ലേജിനെ നമുക്ക് ഡിസിൻഫെക്ടന്റ് ചെയ്യാനായിട്ടുള്ളതാണ് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഒന്ന് എഴുതിയിട്ടില്ലെങ്കിൽ എഴുതി വെക്കാം. സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. മെർക്കുറി ലീക്കേജ് മാനേജ്മെന്റിന്റെ ആ ഒരു അപ്പുറത്തെ പേജില് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പുറത്തെ പേജില് ആദ്യത്തെ ആരോ മാർക്കിന്റെ ഉള്ളിൽ വരുന്നുണ്ട് ക്ലീൻ ദ സ്പില്ലേജ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ്. സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? All the spillages should be discarded as dash labeled bags or containers. ബയോഹസാർഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ എഴുതിയിട്ടില്ല. ബയോഹസാർഡ് തന്നെയാണ്. ബയോഹസാർഡ് എന്ന ലേബലിലാണ് എല്ലാ സ്പില്ലേജുകളും നമ്മൾ മാറ്റി വെക്കേണ്ടത് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി. ഡിസ്കാർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ. അത് അവിടെ നിന്നും ഒഴിവാക്കണമല്ലോ. നമ്മൾ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും മൂലക്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് പിന്നീട് അത് അവിടെ നിന്ന് എന്തായാലും മാറ്റേണ്ടി വരും. ഒരു പ്രോപ്പർ ഒരു ഇത്തിരി ടൈം ഒക്കെ ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു വിതിൻ ഇത്ര ദിവസത്തിനുള്ളിൽ അതൊക്കെ അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യും.
ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം. അപ്പൊ അതുവരെയെങ്കിലും അത് മാറ്റി വെക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചെന്ന് ആരും ആക്സിഡന്റലി അതിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ബയോഹസാർഡ് എന്ന് പറയുന്ന ലേബൽ ചെയ്തിരിക്കണം എന്നാണ്. നെക്സ്റ്റ് വൺ. Spills should be reported to concerned staff for dash purpose. എന്ത് പർപ്പസിനാ? എല്ലാ കൺസേൺഡ് സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിരിക്കണം, സ്റ്റാഫിനെ അറിയിക്കണം. എന്തിനു വേണ്ടിയിട്ട് അവർക്കത്? Documentation and investigation purpose. അതെ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്പില്ലേജ് വന്നു അത് ഡോക്യുമെന്റ് ആയിട്ട് തയ്യാറാക്കി വെക്കാനാണ്. എന്തിനത്? ആ ഒരു റീസൺ കൊണ്ടാണ് ഇന്നത് വന്നത് എന്നറിയുമ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ആ റീസൺ ഒഴിവാക്കാൻ പറ്റും. ആ റീസൺ ഒഴിവാക്കണമെങ്കിൽ അതിന്റെ കോസ് അറിയണം അല്ലെ. ഒരു കാരണം അറിഞ്ഞാലാണ് ആ കാരണത്തെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റേഷൻ പർപ്പസിനും പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിനും ഒക്കെ നമുക്ക് ഈ സ്പില്ലേജ് വേസ്റ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ്. ആരാണോ ബന്ധപ്പെട്ട ആള് ആ സ്റ്റാഫിനെ അറിയിക്കണം. ഓക്കെ, നെക്സ്റ്റ്. ഇനിയുണ്ടോ? ഇല്ല, കഴിഞ്ഞു. ഇന്ന് ആളുകൾ ഭയങ്കര കുറവാണല്ലോ. ഇന്നലത്തെ ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ ബാച്ചില്? ഇന്നലെ അറിയില്ല മിസ്, ഇന്നലെ ഞാൻ കയറിണ്ടായിരുന്നില്ല. 4 പേരായിട്ട് 4-5 പേരുണ്ടാവാറുണ്ട്. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ 2 പേരുള്ളൂ. ഒരാളിടയ്ക്ക് കയറിപ്പോയിട്ട് ഇറങ്ങിപ്പോയി തോന്നുന്നു. കയറിയതായിരുന്നു ഐ തിങ്ക്. ആള് ഇപ്പൊ തന്നെ എക്സിറ്റ് ആയിപ്പോയി. 2 പേരേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി എന്താ പറയാ, ഞങ്ങൾ എല്ലാവർക്കും ഒരേ ചാപ്റ്റേഴ്സ് കൂടി എടുക്കാനുള്ളതുള്ളൂ. അതോടുകൂടി നമ്മളുടെ ടോപ്പിക്കുകൾ തീരും. ഇപ്പൊ ഞാൻ എടുക്കാമെന്ന് ഉദ്ദേശിച്ച സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റും ബയോ വേസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അതുകൂടിയാണ് ഞാൻ എടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ എന്തായാലും ജിഷ ടീച്ചർക്ക് എടുക്കാനുള്ള ടോപ്പിക് ഏകദേശം തീർന്നതുകൊണ്ട് ആ ഒരു ബയോ വേസ്റ്റിന്റേത് ഞാൻ പുള്ളിക്കാരിക്ക് തന്നെ കൊടുത്തിട്ടാണ്, ടീച്ചർക്ക് തന്നെ കൊടുത്തു. അപ്പൊ ടീച്ചറായിരിക്കും അത് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേറെ 2 ചാപ്റ്റേഴ്സ് അശ്വതി മിസ്സിൻ്റെത് കിടക്കുന്നുണ്ട്, ബാലൻസ് ഇൻപേഷ്യന്റും ഫ്രണ്ട് ഓഫീസും അല്ലെ. ഇൻപേഷ്യന്റും അതിനകത്ത് ആ ഒരു ചാപ്റ്റർ ഞാൻ തന്നെ ആയിരിക്കും എടുക്കുക. ടീച്ചർക്ക് ഒത്തിരി വയ്യായിക ഉണ്ട്, സൗണ്ട് പ്രശ്നമാണ്, അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് അത് പറ്റില്ല. അപ്പൊ 2 ചാപ്റ്റേഴ്സ് ആണ് ടീച്ചറിൻ്റെത് പെൻഡിങ് ഉള്ളത്. അപ്പൊ ഞങ്ങളത് ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കിയുള്ള ഇത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ചെറിയ ചാപ്റ്റർ ആണ്, അത് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇത് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് തീർന്നിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു, എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് മനസ്സിലായി. ഹൗ ക്യാൻ ബി മാനേജ് ഇറ്റ്, നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, മാനേജ് ചെയ്യാം, നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട എന്താ പറയാ സ്റ്റെപ്സ് എന്താണ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനും അതുപോലെ തന്നെ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനും നമുക്ക് സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഓൾസോ വി ഹാവ് ഫൈൻഡ് ദാറ്റ് ദ സോഴ്സസ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, എവിടെ നിന്നൊക്കെയാണ് ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു പർട്ടിക്കുലർ സെക്ടർ, ഏത് മേഖലയിൽ നിന്നാണ് സ്പില്ലേജുകൾ വരിക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്നവർക്ക്, ലാബ് പ്രൊസീജിയേഴ്സ് നടക്കുന്നവർക്ക്, ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നവർക്ക്, അങ്ങനെ ചില ഡിഫറെന്റ് സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ഇത് വരിക എന്നുള്ളതും, ഇനി ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഈ സ്പില്ലേജുകളെ ഹൗ ക്യാൻ ബി മാനേജ്, അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതാണ്, ഏത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ആളുകൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന് ദേ ഷുഡ് ഹാവ് ബീൻ ഗിവൺ സം പ്രോപ്പർ ട്രെയിനിങ് ഓർ എഡ്യൂക്കേഷൻ. അവർക്ക് അതിന് വേണ്ടിയിട്ട് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ചില അറിവുകൾ അവർക്ക് കൊടുത്തിരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം അല്ലെ. പണ്ടൊക്കെ നമ്മള് എന്താ പറയാ സ്കൂളുകളിലൊക്കെ ഇങ്ങനത്തെ ചില പണ്ടൊന്നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കുന്നതാണ്. സ്കൂളുകളിലൊക്കെ എന്താ പറയാ പെട്ടെന്ന് ഫയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ബി എസ്കേപ്പ് ഫ്രം ഇറ്റ്, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം, അതിന്റെ കുറെ ഡെമോ ഒക്കെ കാണിച്ചു കൊടുക്കും അല്ലെ. പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അതിനെ പെട്ടെന്ന് അതിനെ ആക്ട് ചെയ്യാനായിട്ട്, ആ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു നിർദ്ദേശപ്രകാരം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കിടയ്ക്ക് കുറച്ച് ട്രെയിനിങ്ങുകൾ കൊടുക്കാം. അതുപോലെ ചില എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുക, ചില അറിവ് പകർന്നു കൊടുക്കുക. അറിവ് പകർന്നു കൊടുക്കുന്നതിനൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് വിളിക്കൂട്ടാ. സ്കൂളിൽ പോയി പഠിക്കുക അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളത് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിവില്ലാത്തത് ഏതെങ്കിലും എന്താ പറയാ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ നേടിക്കഴിയുമ്പോൾ അതിനെയൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ആൻ എഡ്യൂക്കേഷണൽ, അതെ, അതും ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ എങ്ങനെ കിട്ടുമ്പോഴും അത് ഇവിടെ സ്റ്റാഫുകൾ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൃത്യമായിട്ട് കൊടുക്കണം എന്നാണ് പറയാം. അപ്പോൾ ട്രെയിനിങ്ങിന്റെ ആസ്പെക്ട്സിൽ അല്ലെങ്കിൽ അവർക്ക് വെൻ ദേ ആർ ഗിവിംഗ് സം ട്രെയിനിങ് ഓർ എഡ്യൂക്കേഷൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്, നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ദർ ആർ സർട്ടൻ ആസ്പെക്ട്സ്. അതിന് വേണ്ടിയിട്ടുള്ള ചില പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ആസ്പെക്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് അതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോണേ. ഫസ്റ്റ് വൺ, ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ആദ്യം തന്നെ എന്ത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർ പറ്റണം അല്ലെ. ഐഡന്റിഫിക്കേഷൻ പ്രോപ്പർ ട്രെയിനിങ് അതിന് വേണ്ടി കൊടുത്തിരിക്കണം. ഫോർ ദാറ്റ്, അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അവിടെ ആ ഓർഗനൈസേഷനിൽ, അതായത് ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ ദേ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഐഡന്റിഫൈയിങ് ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് എന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതായത് പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, നമുക്കറിയും ഇപ്പൊ എന്തൊക്കെയാണ് അല്ലെ. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഷാർപ്പുകൾ, ഇതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റുകളാകാം. അപ്പൊ അങ്ങനെ ഇതൊക്കെ സ്പിൽഡ് ആയി കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ആണെന്ന് അവർ മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ റിസ്ക് ആൻഡ് ഡേഞ്ചർ ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. അത്തരം സ്പില്ലേജുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകാവുന്ന അപകടങ്ങള്, അതുപോലെ തന്നെ അതിന്റെ റിസ്കുകൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ആർക്ക്? ഹെൽത്ത് കെയർ വർക്കേഴ്സിന്. അതാണ് ഫസ്റ്റ് വൺ. അപ്പൊ ഫസ്റ്റ് ആസ്പെക്ട്, അതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. ആ കഴിവുണ്ടാകുന്നത് എങ്ങനെയാ? അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ്. അപ്പൊ ആ ട്രെയിനിങ്ങിലൂടെ അവർക്ക് മനസ്സിലാക്കണം ഇന്ന ടൈപ്പ് ഓഫ് വേസ്റ്റേജ് ആണ്, ആൻഡ് നമുക്ക് ഓരോ ടൈപ്പിനും ഓരോ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ ആ രീതികൾ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അഡോപ്റ്റ് ചെയ്യാൻ നോക്കണം. ഇന്ന വേസ്റ്റ് ആണ്, അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ ആക്ട് ചെയ്യും? മറ്റേത് വേറെ ടൈപ്പ് ഓഫ് മെർക്കുറി സ്പില്ലേജ് ആണ്, അതിനെ എങ്ങനെ ആക്ട് ചെയ്യും? അപ്പൊ എല്ലാം ഒരുപോലെ അല്ല. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിലെ നമ്മൾ അത്തരം വേസ്റ്റേജുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനോട് റിയാക്ട് ചെയ്യുന്ന പോലെയല്ല നമ്മൾ മെർക്കുറി സ്പില്ലേജ് ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഓരോന്നിനും പ്രോപ്പർ ട്രെയിനിങ് കിട്ടണം. അപ്പൊ അതിനു മുമ്പ് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. അതിന് പ്രോപ്പർ ട്രെയിനിങ് ലഭിക്കണം. നെക്സ്റ്റ് എന്താണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ഈ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സ്പില്ലേജ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതിനുവേണ്ടി അവരെന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യുക? പ്രധാനമായിട്ടും ആ പറയുന്ന അത് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വി ഹാവ് ടു യൂസ് ദ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പെട്ടെന്ന് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുക. എല്ലാ തരത്തിലുള്ള ഗ്ലൗസ്, ഗൗണോ അല്ലെങ്കിൽ ഫേസ് ഷീൽഡോ മാസ്കോ, റെസ്പിറേറ്റേഴ്സ്. ചിലപ്പോൾ ശ്വാസത്തിന്റെ അകത്തേക്കൊക്കെ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ അത് ശ്വാസത്തിൽ കൂടിയൊക്കെ അതിന്റെ അംശങ്ങളൊക്കെ പോകാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ റെസ്പിറേറ്റേഴ്സ്, ഗോഗിൾസ് അല്ലെ, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗോഗിൾസ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം എന്ന് പെട്ടെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. മ്യൂട്ട് ചെയ്യാമോ അഖില? അഖില ഇല്ല അവിടെ? ഓക്കെ. അപ്പൊ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് എന്ത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു യൂസ് ദ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെച്ച് അവിടെ കുന്തമണിക്കെ പോലെ നിൽക്കുകയല്ല ചെയ്യുന്നത്. വി ഹാവ് ടു കണ്ടെയ്ൻ ദ സ്പിൽ. ആ സ്പില്ലൊക്കെ വേസ്റ്റ് ഒക്കെ സ്പില്ലായി കഴിഞ്ഞ സാധനമൊക്കെ നമ്മൾ എന്തെങ്കിലും കണ്ടെയ്ൻമെന്റിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അബ്സോർബന്റ് പാഡ്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അതിനുശേഷം സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയണം. ഇതൊക്കെ അറിയണം നമ്മൾ, എന്നാലേ നമ്മൾ അതനുസരിച്ച് ആക്ട് ചെയ്യുള്ളൂ. അറിയില്ലാത്ത കാര്യത്തിൽ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യും? അപ്പൊ അറിയണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ്ങിന്റെ ആസ്പെക്ടുകളാണ് നമ്മൾ പറഞ്ഞു തന്നെ. അപ്പൊ ഫസ്റ്റ് വൺ, എന്തിന് ട്രെയിനിങ് കൊടുക്കണം? ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള അറിവ്, അതിനുള്ള ട്രെയിനിങ് അവർ കൊടുക്കണം. അതിനകത്ത് എത്രത്തോളം റിസ്ക്കും ഡേഞ്ചറും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം, അത്തരം സ്പില്ലേജ് വന്നാൽ ഹൗ മച്ച് ഡീപ് ദ റിസ്ക് ആൻഡ് ഡേഞ്ചർ ഈസ്, അതിനകത്തുള്ള ആഴമേറിയ അപകട
സാധ്യതകളും റിസ്കും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്. അതിനുശേഷം അത് ഹാൻഡിൽ ചെയ്യണം. എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുക, പിന്നെ അതിനെ എന്താ പറയാ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും അവർക്കറിയണം. അതിനും ട്രെയിനിങ് വേണം. എല്ലാത്തിനും ഈച്ച് ആൻഡ് എവറിത്തിങ് ഓരോ സ്റ്റെപ്പിനും അവർക്ക് ട്രെയിനിങ് വേണം. അപ്പോഴാണ് നമുക്കത് ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസ്പോൺസ് പ്ലാൻ ആണ്. റെസ്പോൺസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിന് തീർച്ചയായിട്ടും ദേ ഷുഡ് ഹാവ് സം റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ് ഫോർ സ്പില്ലേജ്. ഇത്തരം സ്പില്ലേജ് ഇൻസിഡന്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ അവർക്കുണ്ടായിരുന്നു, ഒരു പദ്ധതി. അത് അവർ നേരത്തെ കൂട്ടി ഫോർകാസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇന്നതാണ് നമ്മുടെ പ്ലാൻ. ഇങ്ങനെ ഒരു സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ വി ഷുഡ് ആക്ട് ലൈക്ക് ദിസ്. അത് നമ്മൾ പ്ലാൻ ചെയ്ത് നേരത്തെ കൂട്ടി വെക്കണം. ആ പ്ലാനിങ്ങിലൂടെ നമ്മൾ അതിന് പ്രവർത്തിക്കണം. അപ്പൊ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഷുഡ് ബി ഗിവൺ ട്രെയിനിങ്. അതിന് വേണ്ടിയിട്ട് അവർക്ക് ആ റെസ്പോൺസ് പ്ലാനിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യും, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച പോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നടപടികൾ സ്വീകരിക്കേണ്ടത്. ആ സ്റ്റെപ്പുകളാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ ആ സ്റ്റെപ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ whom to contact at such incident. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ആരെ ബന്ധപ്പെടണം, ആ കാര്യം പെട്ടെന്ന് അവർ ഓർക്കണം. ഹൗ ടു കണ്ടെയ്ൻ ദ സ്പിൽ. ഈ സ്പില്ല് എങ്ങനെ നമുക്ക് കണ്ടെയ്ൻമെന്റിലേക്ക് ആക്കാൻ പറ്റും, അതെങ്ങനെ മാറ്റാം, അവിടെ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കാൻ സാധിക്കും. ഹൗ ടു ക്ലിയർ ആൻഡ് ഡിസ്കാർഡ് ദ വേസ്റ്റ്. ആ വേസ്റ്റുകളെ അവിടെ നിന്ന് കണ്ടെയ്ൻമെന്റിലാക്കിയാൽ മാത്രം പോരാ, ഈ വേസ്റ്റുകളൊക്കെ നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, ഡിസ്കാർഡ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് റെസ്പോൺസ് പ്ലാനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിനും അവരുടെ വേസ്റ്റ്, എന്തായാലും വേസ്റ്റ് ഇല്ലാത്ത ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ല. ഹൗവർ വി മാനേജ്, ഏതൊക്കെ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യാം എന്ന് വിചാരിച്ചാലും ചിലതൊക്കെ നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും, അല്ലെ? ചിലത് ഇൻസിഡന്റുകൾ ഉണ്ടായേ മതിയാകും. അത് ഉണ്ടാകും. നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും വി കനോട്ട് അവോയ്ഡ് അത്തരം എന്താ പറയാ സ്പില്ലേജുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് സർട്ടൻ ആണ്, നമുക്ക് ഇത്തരം സ്പില്ലേജുകൾ എന്തായാലും വരാം. അപ്പൊ നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഓൾ സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ഇൻ സച്ച് കേസസ്. അത്തരം സാഹചര്യങ്ങളിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത്? ആ സ്റ്റെപ്സിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഓടി വന്നു, ആ സ്പില്ലേജ് കണ്ടു, അപ്പൊ തന്നെ അവരുടെ മനസ്സിലേക്ക് ഓടി വരണം നമ്മുടെ റെസ്പോൺസ് പ്ലാൻ ഇങ്ങനെയാണ്. എന്ത്? whom to contact at this spillage. ഈ ഒരു സ്പില്ലേജ് നടക്കുമ്പോൾ ആരെ ബന്ധപ്പെടണം, അതെങ്ങനെ കണ്ടെയ്ൻമെന്റിലാക്കണം, ഇനി കണ്ടെയ്ൻമെന്റിലാക്കി മാത്രം വെച്ചാൽ പോരാ, ഹൗ ടു ഡിസ്കാർഡ് ഇറ്റ്, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള പ്ലാനിങ്. ആ പ്ലാനിങ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തന്നെ ആവണം. അത് അവരെ പരിശീലിപ്പിക്കണം, അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതും ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും എന്താ പറയാ ഡെവലപ്ഡ് ആകില്ല. അതിന്റെ എന്താ പറയാ പ്രോഫിറ്റബിലിറ്റി നേടില്ല. ലാഭക്ഷമത കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള ലാഭത്തിലും നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റും നമ്മൾ മറ്റ് ഓർഗനൈസേഷനിൽ നിന്നും വേറിട്ട് നിൽക്കാൻ നല്ലൊരു ഗുഡ്വില്ലൊക്കെ സമ്പാദിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്, ഏത് സംരംഭം ആയിക്കോട്ടെ അതിന്റെ അകത്ത് തന്നെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു എന്താ പറയാ ഒരു പാത്ത് ഉണ്ടായിരിക്കണം. ഒരു നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ, ഒരു എന്താ പറയാ ഒരു നെറ്റ്വർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ അപ്പൊ തന്നെ അറിയിക്കണം, അല്ലെ? നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നിട്ട് അവർ ചെയ്തോളും, അവരുടെ ഡ്യൂട്ടി അല്ലേ. അങ്ങനെയല്ല. നമ്മളിപ്പോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ആരുമായിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്, ഇന്ന ആളെ അറിയിക്കണം. അവർ ചിലപ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മിണ്ടില്ല, നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തില്ല, നമ്മളുടെ വർക്കിങ്ങിനെ വർക്കിംഗ് എന്താ പറയാ സിറ്റുവേഷനെ ബാധിക്കുന്ന എന്ത് കാര്യമായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റൽസിലും അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അത് ഇൻ കേസ് ഓഫ് സ്പില്ലേജ് ഉണ്ടാകുമ്പോഴും സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയും തീർച്ചയായും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെസസറി വൺ. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി വിത്ത് ഈച്ച് അതർ. ഈ പറയുന്ന സ്പില്ലേജുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് തന്നെ ഇഫക്റ്റീവായിട്ട് മറ്റുള്ള ആളുകളിലേക്ക് അത് കൊടുക്കാനും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തിക്കാനും ഉള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്പില്ലേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരെയാണ് നിങ്ങൾ അറിയിക്കേണ്ടത്? ഇൻ കേസ് ആ പറയുന്ന ആളെ നമുക്ക് കിട്ടിയില്ല, വിളിച്ചോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അവരെ കാണുന്നില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എങ്കിൽ ദ നെക്സ്റ്റ് ഹൂം, ആരെയാണ് അടുത്തതായി അറിയിക്കേണ്ടത്? അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് എവിടെയാണോ അറിയിക്കേണ്ടത് അവരെയൊക്കെ അറിയിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ്. അല്ലാതെ ആളെ വിളിച്ചിട്ട് കിട്ടിയില്ല, ഇതിവിടെ തന്നെ കിടക്കട്ടെ, ഞാനിവിടെ നോക്കിയിരിക്കാം, കാവലിരിക്കാം എന്ന് പറഞ്ഞ കാര്യമില്ല.
മനസ്സിലായോ? അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും, അതായത് ആ ചുറ്റുപാടുമായിട്ട് സർവീസ് നടത്തുന്ന ആ ഹോസ്പിറ്റലിന് അകത്തുള്ളവരുണ്ട്, പുറത്തുള്ളവരെ അറിയിച്ചിട്ട് കാര്യമില്ല. ഹോസ്പിറ്റൽ ഇൻസൈഡ് ഹോസ്പിറ്റൽ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഏത് മേഖലയിൽപ്പെട്ട ആളുകളെ ആണെങ്കിലും അറിയിക്കാം, അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്കാർഡ് ചെയ്യാനും പറ്റും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നെസസറി വൺ ഇൻ ദ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ സ്പില്ലേജ് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാം, ബന്ധപ്പെട്ടവരെ അറിയിക്കാം, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ അറിയിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ അറിയിക്കാം. ചിലപ്പോൾ അതുവഴിയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്, അവരെ അറിയിക്കണം, അങ്ങോട്ട് കടക്കരുത്. അതിന് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെറ്റീരിയൽ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും, അത് ആ ഒരു സ്ഥലത്തേക്ക് എൻറ്റർ ചെയ്യരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ആ ഒരു സാധനം ക്രോസ് ചെയ്യരുത്. പോലീസുകാരൊക്കെ എന്തെങ്കിലും എന്താ പറയാ ഇൻസിഡന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ആ സ്ഥലത്തോടുന്ന് പോലീസ് എന്ന് പറഞ്ഞ് ഒരു വലിയ ടാപ്പ് പോലത്തെ ഒരു സാധനം കൊണ്ടിട്ട് ആ ഭാഗത്തെ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. കവർ ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ആരും എൻ്റർ ചെയ്യാതിരിക്കാൻ പോലീസ് നോട്ട് ചെയ്ത ഒരു സാധനമായിരിക്കും എന്താ പറയാ കവർ ചെയ്തിരിക്കുക. അതുപോലെ ഹോസ്പിറ്റൽസിൽ സ്പില്ലേജ് ഉണ്ടാകുമ്പോൾ ഒരു സ്പില്ലേജ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്ക്വയർ പ്രിസം പോലത്തെ ഒരു സാധനമാണ്. ഒരു ഇങ്ങനെ സ്തൂപം പോലെ ഇരിക്കും, അടിയിലത്തെ ഷേപ്പ് സ്ക്വയർ ആയിരിക്കും, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫിക്സ് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ടിൽ അതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു രീതിയിലുള്ള ഒരു സാധനമാണ്. അത് അവിടെ ഇവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ആളുകൾ കയറില്ല. ഇൻ കേസ് ആരെങ്കിലും അതും കാണാതെ കയറാൻ പോകുന്നുണ്ടെങ്കിൽ അവരോട് അറിയിക്കണം, ആ ഒരു പർട്ടിക്കുലർ ഏരിയ കടക്കരുത്. അത് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് വൺ എന്താണ്? ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന്റെ മറ്റൊരു ആസ്പെക്ട് ആണ് ബുക്ക് റെക്കോർഡ് കീപ്പിംഗ് ആണ്. അപ്പോ എങ്ങനെയാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മാത്രമല്ല ഇവർക്ക് എന്ത് കൊടുത്തിരിക്കണം? ഇനഫ് ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ഇൻ റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ്. എന്ത് സ്പില്ലേജ് ആണ് ഉണ്ടായത്, ഏത് ടൈപ്പ് ഓഫ് സാധനമാണ് സ്പില്ലായത്, എപ്പോഴാണ് ഉണ്ടായത്, അതിന്റെ കാരണം എന്താണ്, ഇതൊക്കെ അവരൊന്ന് റെക്കോർഡ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. സമയം അനുസരിച്ചൊക്കെ, അതായത് സമയം അനുസരിച്ച് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇന്ന് സ്പില്ലേജ് ഉണ്ടായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടല്ല അതിനെ കുറിച്ച് റെക്കോർഡ് ചെയ്യുക. അത് ടൈമും ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അത് എന്താണ്, അത് കുറച്ച് യൂസ്ഫുൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ അതിന്റെ കൺസേൺഡ് സ്റ്റാഫിന് കൈമാറണമല്ലോ. അവർക്ക് ഡോക്യുമെന്റേഷനും ഇൻവെസ്റ്റിഗേഷനും പർപ്പസിനും ഒക്കെ അവർക്ക് അത് യൂസ്ഫുൾ ആകും. അവരുടെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് സ്പില്ലിനെ കുറിച്ച്, കൈൻഡ് ഓഫ് വേസ്റ്റ്, എന്ത് വേസ്റ്റ് ആണ്, എങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്തത്, അത് ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ്, അതിനെടുത്ത ആക്ഷൻസ് എന്താണ്, ഫോളോ അപ്പ് ആക്ഷൻസ് എന്താണ്, ഇതൊക്കെ അവർക്ക് പിന്നീട് മനസ്സിലാകും. അപ്പോ ഈ ബന്ധപ്പെട്ടവർക്ക് നമ്മളത് കൈമാറുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് അവർ അതിനെ ഹാൻഡിൽ ചെയ്തത്, അതിന് ഫോളോ അപ്പ് ആയിട്ട് അവരെടുത്ത ആക്ഷൻസ് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഇനിയും ഇഫ് ദർ ഈസ് സം ഇൻസിഡൻസ്, ഇതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ രീതിയിൽ അവർക്ക് അത് ആക്ട് ചെയ്യാം, പെട്ടെന്ന് ആരെയും ബാധിക്കാത്ത രീതിയിൽ. കാരണം മിക്ക വേസ്റ്റേജുകളും ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആസ് വെൽ ആസ് ദ എൻവയോൺമെന്റ്. നമുക്കറിയാം എൻവയോൺമെന്റിനും അതുപോലെ തന്നെ മനുഷ്യന്മാർക്കും ഒക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളെ പെട്ടെന്ന് ഒഴിവാക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അതും ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. അപ്പൊ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആദ്യം തന്നെ അതൊക്കെ എടുത്ത് എഴുതി വെച്ചോളണം. അത് എന്നിട്ട് കൺസേൺഡ് സ്റ്റാഫിലേക്ക് കൈമാറണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഓൺ ഗോയിങ് എഡ്യൂക്കേഷൻ. ഒരിക്കലും ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ജോലി ചെയ്യുന്നവർക്ക് ഒരിക്കലും എന്താ പറയാ അവരെല്ലാം തികഞ്ഞവരാണ്, എല്ലാം ഞങ്ങൾക്ക് അറിയാമെന്ന് അറിയുന്നവരല്ല. ഇടയ്ക്കിടയ്ക്ക് ഓൺ ഗോയിങ് ആണ്. ഓരോ ദിവസവും ദിനം പ്രതി അല്ലെങ്കിൽ നിമിഷം പ്രതി അവർ ഓരോ കാര്യങ്ങൾ പുതിയത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു ട്രെയിനിങ്ങിന്റെ ഭാഗം തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. മാത്രമല്ല പരമ്പരാഗതമായ രീതിയിൽ പണ്ട് തുടങ്ങി ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതെന്നല്ല, മോഡേണൈസ്ഡ് ട്രെയിനിങ്ങും കൊടുക്കണം. എന്ന് വെച്ചാൽ പുതിയ ആധുനികവൽക്കരിച്ച രീതിയിലുള്ള ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കണം. സോ അതാണ് നമുക്കറിയാം, ഈ പണ്ട് ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറി പണ്ടൊക്കെ മൊപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചിരുന്നു. ഇന്ന് മൊപ്പ് വേണമെന്നില്ല അല്ലെ. പല സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം വെള്ളം അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സ്പില്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയാ വെള്ളം എടുക്കുക, അത് ഡ്രൈ ആക്കി ആ ഒരു പ്രത്യേക പ്രദേശത്തെ ഒട്ടും തന്നെ ഇൻഫെക്റ്റഡ് ആകാത്ത രീതിയിൽ പല കാര്യങ്ങളും പെട്ടെന്ന് ഒരു പറഞ്ഞ നേരം കൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് പോകും അല്ലെ. അപ്പൊ ആ രീതിയിലേക്ക് മാറി ഇന്ന് ടെക്നോളജി. അപ്പൊ മോഡേണൈസ്ഡ് ആയിട്ടുള്ള എന്താ പറയാ കാര്യങ്ങളും കൂടി അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് മോഡേൺ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ചേഞ്ചസിനനുസരിച്ച് മാത്രമല്ല, അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് പ്രാക്ടീസസ് റെഗുലേഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട അവരുടേതായ പ്രത്യേക നയങ്ങളും എന്താ പറയാ പ്രിൻസിപ്പിൾസും തത്വങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ പുതിയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ
എഡ്യൂക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിരിക്കുക. പുതിയതായിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞു അവർ പിന്നെ മറന്നു പോകും. അപ്പൊ അത് പിന്നെ എന്തെങ്കിലും തരത്തിൽ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ മാറുന്ന രീതി അവരെ അറിയിച്ചിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ആളുകൾക്ക് അതിലേക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നതിന് വേണ്ടി കൊടുക്കേണ്ട ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ കൊടുക്കുക. ഒന്ന്, അവർക്ക് സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണം. പിന്നെ അത് സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കണം. അതിനുശേഷം അവർക്ക് നേരത്തെ കൂട്ടി അവർക്ക് ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റൽസിന് എന്താണ്, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, എന്താണ് അവര് സ്പില്ലേജ് വരുമ്പോ ചെയ്യേണ്ടത്, എങ്ങനെ അത് ക്ലീൻ ചെയ്യും, എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യും. അപ്പൊ ഒരു പ്ലാനിങ് ഹോസ്പിറ്റൽസിന് ഉണ്ടായിരിക്കണം. പിന്നെ സ്കിൽസ് എന്തായാലും തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. മറ്റ് ആളുകളുമായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും, റിസ്കുകൾ ഒരു പരിധിവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. ഈച്ച് ആൻഡ് എവറി സ്കില്ല് വരുന്ന സാഹചര്യങ്ങളെല്ലാം അതൊക്കെ റെക്കോർഡിലാക്കി എഴുതി സൂക്ഷിച്ചാൽ അവർക്ക് കൊള്ളാം. പിന്നെ ഇത് ഓൺ ഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. കണ്ടിന്യൂസ് ആൻഡ് മോഡേണൈസ്ഡ് എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്, അതും പുതിയ പുതിയ ആധുനിക രീതിയിലുള്ള ട്രെയിനിങ്ങും ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് ട്രെയിനിങ്ങും ഇഫക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും അഗെയിൻസ്റ്റ് ദ സ്പില്ലേജ് വേസ്റ്റ് ക്യാൻ മിനിമൈസ് ദ റിസ്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന റിസ്കുകളെയൊക്കെ വളരെയധികം കുറയ്ക്കാനായിട്ട്, വളരെയധികം മിനിമൈസ് ചെയ്യാൻ, റിസ്ക്കും അപകടങ്ങളും അല്ലെ ഹസാർഡ്സും ഒക്കെ ഒത്തിരി ഒഴിവാക്കാനും, മാത്രമല്ല വേസ്റ്റ്, ഹോസ്പിറ്റൽസിലെ വേസ്റ്റുകൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും മാത്രമല്ല നമുക്ക് എന്താണ് പറയാ, നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അതുപോലെ പേഷ്യൻസിനും മറ്റു എന്താ പറയാ എൻവയോൺമെന്റിന്റെ മൊത്തം തന്നെ എല്ലാവർക്കും സേഫ്റ്റി ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും ഇത്തരം എന്താ പറയാ സ്പില്ലേജുകളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ സ്പില്ലേജ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു പരിധിവരെ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ടു ദ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് ബി ഗിവൺ ഫ്രം ടൈം ടു ടൈം. ഇടയ്ക്കിടയ്ക്ക് സമയാസമയങ്ങളിൽ അവർക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും കൊടുക്കാം. സോ ദാറ്റ് ഇറ്റ് വിൽ മിനിമൈസ് ദ റിസ്ക് ആൻഡ് ഹസാർഡ്സ് which is involved in the spillage waste. സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകാവുന്ന റിസ്കുകൾ, അപകടങ്ങളൊക്കെ അങ്ങനെ ഒരു പരിധി വരെ ഈ ട്രെയിനിങ് കൊണ്ടും ഈ എഡ്യൂക്കേഷൻ രീതി കൊണ്ടും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അത് കുറയ്ക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, ആൻഡ് ഓൾസോ ടു മേക്ക് ഷുവർ ദാറ്റ് എന്തുകൂടി ഉറപ്പുവരുത്തണം, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പേഷ്യൻസ് ആൻഡ് ദ എൻവയോൺമെന്റ് ആർ പ്രൊട്ടക്റ്റഡ്. അവരൊക്കെ സേഫ് ആണ്, എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പൊ രണ്ട് കാര്യമാണ് സ്പില്ലേജ് വേസ്റ്റ് ഇഫക്റ്റീവായിട്ട് ട്രെയിൻ ചെയ്യുക, എഡ്യൂക്കേറ്റഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ടുള്ള നേട്ടം. രണ്ട് നേട്ടമാണുള്ളത്. ഒന്ന് റിസ്കുകളും ഹസാർഡ്സും മിനിമൈസ് ചെയ്യുക എന്നുള്ളതും, മറ്റൊന്ന് എന്താണ് സേഫ്റ്റി ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പേഷ്യൻസ് ആൻഡ് എൻവയോൺമെന്റ് മേക്ക് ഷുവർ ചെയ്യാം, ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പൊ രണ്ട് പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ നേട്ടമാണ് ആ ഒരു കാര്യം കൊണ്ടുള്ളത്. ക്ലിയർ ആണോ? പോയിന്റുകളൊക്കെ മനസ്സിലായില്ലേ? സിമ്പിൾ പോയിന്റുകളാണ്. എങ്ങനെ നമ്മൾ അതിനോട് പ്രതികരിക്കും? ക്ലിയർ ആണ്? ഓക്കെ. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മാറാം. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലയൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇനി ഇതിന് ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് എന്താ പറയാ ഒരു ഫ്രെയിംവർക്ക്, ഒരു നിയമപരമായ രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയാ ഇതിനൊക്കെ ഒരു റെഗുലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കംപ്ലയൻസ് അതുമായിട്ട് സഹകരിക്കേണ്ടതും അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടതുമായ അതൊരു നിയമ നടപടികളിലൂടെ കടന്നു പോകേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് കംപ്ലയൻസിന്റെ മീനിങ് എന്താ മിസ്? കംപ്ലയൻസിന്റെ മീനിങ് ഒത്തുപോകുക, അതായത് സഹകരിച്ച് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനോട് ഒത്തുപോകണം. നമ്മൾ അതിനൊരു എന്താ പറയാ കമ്പയർ ചെയ്ത് പോകുക എന്നാണ്, അതായത് സഹകരിച്ചു പോകുക. അതന്നെ അതിന് സഹകരിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക നിയമവും പ്രിൻസിപ്പിൾസും ഫ്രെയിംവർക്ക് ഉണ്ടാകണം, ഒരു ചട്ടക്കൂട്. അപ്പൊ അത്തരം ഫ്രെയിംവർക്കുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു കംപ്ലയൻസ്, ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അവരുടേതായ ഒരു ചട്ടക്കൂട് ഉണ്ടായിരിക്കും. ഏത് ഓർഗനൈസേഷനും ഉണ്ടായിരിക്കും അവരുടേതായ ചില നിയമങ്ങൾ. ഈ ഓർഗനൈസേഷനിൽ ഇന്നതാണ് നിയമങ്ങള്, ഇന്ന ടൈമിൽ വർക്കേഴ്സ് ഒക്കെ ജോലിക്ക് വരിക, അറ്റൻഡ് ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റ് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഓരോ കാര്യങ്ങളും ഓരോ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽസിലും ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക്, ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ തന്നെ, അതായത് പേഷ്യൻസിന്റെയും അവിടെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും ഒക്കെ
എന്താ പറയാ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ആ കംപ്ലയൻസ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആ ഒരു നമ്മൾ അതിനോടുള്ള ഒരു സമീപനം അതൊക്കെ എങ്ങനെയാണെന്ന് കുറച്ച് പോയിന്റുകളായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ആണ്. അതായത് നമ്മളുടെ എന്താ പറയാ സ്റ്റേറ്റ് സംബന്ധമായത് ഫെഡറൽ സംബന്ധമായിട്ടുള്ള ചില റെഗുലേഷൻസ് ആണ്. തീർച്ചയായിട്ടും മാനേജ്മെന്റ് എന്താ പറയാ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അത് ഡിസ്പോസൽ ചെയ്യുന്നത്, ഡേഞ്ചറസ് ആയിട്ടുള്ള എന്താ പറയാ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത്, ഇതിനൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള എന്താ പറയാ റെഗുലേറ്ററി ആക്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പ്രത്യേക നയങ്ങൾ ഓരോ ഓർഗനൈസേഷൻസിനും ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ അതിന് കുറച്ച് എക്സാമ്പിൾസ് അവർ പറയുന്നുണ്ട്. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസിന് എക്സാമ്പിൾസ് അങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാകുക. അതായത് നമ്മളുടെ എന്താ പറയാ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റില് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ആക്ടുകൾക്ക് എക്സാമ്പിൾസ് ഏതാണെന്നാണ്. ഒന്ന് RCRA റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആണ്. ആ ഒരു രീതിയിൽ റിസോഴ്സ് കൺസർവേഷൻ പരമാവധി നമ്മളുടെ വിഭവങ്ങളെ കൺസർവ് ചെയ്യുകയും എന്നാൽ അത് എന്തെങ്കിലും തരത്തിലുള്ള അത് എന്താ പറയാ നമുക്ക് അത് നശിച്ചു പോകാതെ സൂക്ഷിക്കണം, അത് നിർബന്ധമാണ്. എന്നാൽ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ റിക്കവർ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് RCRA റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. മറ്റൊരു ആക്ട് ആണ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല നമ്മളുടെ ഹെൽത്തിന് തന്നെ പല കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിന്റെ സേഫ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തും നമ്മളുടെ ആരോഗ്യത്തിന്റെ ഒരു നല്ല രീതിയിലുള്ള ആരോഗ്യമൊക്കെ വേണമല്ലോ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അത് OSHA എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അത് ഓർത്തിരിക്കുക, എക്സ്പാൻഡഡ് ഫോം ഓർത്തിരിക്കുക, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പൊ 2 ആക്ടുകളാണ്, 2 റെഗുലേഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് RCRA എന്ന് പറയുന്നത്, മറ്റൊന്ന് OSHA ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. മറ്റൊന്നാണ് ബ്ലഡ് ബോൺ പാത്തോജൻസ് സ്റ്റാൻഡേർഡ്. മറ്റൊരു റെഗുലേഷൻ ആണ് ബ്ലഡ് ബോൺ പാത്തോജൻസ് സ്റ്റാൻഡേർഡ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ആണ് അതിന് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, മാനേജ് ചെയ്യാം, അത് ഈ പറയുന്ന ആക്ടുകൾ പറഞ്ഞതുപോലെ ആക്ടുകളിൽ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ അവർ വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ടാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത്. അപ്പൊ ആ 3 ആക്ടുകളുടെ പേര് ഓർത്തിരിക്കുക. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലയൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടുകൾ. 3 തരത്തിലുള്ള റെഗുലേഷൻസ് ആക്ടുകളാണ് ഉള്ളത്. ഒന്ന് RCRA എന്ന് പറയുന്നത് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. മറ്റൊന്ന് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ OSHA. മറ്റൊന്ന് ബ്ലഡ് ബോൺ പാത്തോജൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 റെഗുലേഷൻസ് പ്രകാരമായിരിക്കണം അവരുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിരിക്കുക. ഇതിന്റെ ഒരു ചട്ടക്കൂട്, ഒരു നീതി നിർമ്മാണമൊക്കെ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് എന്നാണ്. മറ്റൊന്നാണ് എന്താണ്, മറ്റൊരു പ്രൊട്ടക്ഷൻ കൂടി ഉണ്ട്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഉണ്ട്, EPA എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറയുന്നത്. അതും അവരും കുറെ ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. EPA-കാര്, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി കുറച്ച് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൗ ടു കൺട്രോൾ ദ വേസ്റ്റ്, ഹൗ ടു ഡിസ്പോസ് ദ ഡേഞ്ചറസ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും they have to follow that EPA guidelines to keep away from the fines and penalties. ഇവര് പറയുന്നത് എന്താണെന്നറിയാമോ? If any hospitals have disposed these waste വിത്തൗട്ട് കെയറിങ് അതേഴ്സ്, അത് മറ്റു കാര്യങ്ങളൊന്നും കെയർ ചെയ്യാതെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ സ്പില്ലേജുകളൊക്കെ കെയർലെസ് ആയിട്ടാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ they should bear a fine or penalty. അവർക്ക് അത്തരം ഹോസ്പിറ്റൽസ് തീർച്ചയായിട്ടും ഫൈനുകളും പെനാൽറ്റീസും ബെയർ ചെയ്യേണ്ടി വരും, അവർ സഫർ ചെയ്യേണ്ടി വരും ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ. സോ EPA പറയുന്നത്, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പറയുന്നത് അവരുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. ആൻഡ് ഇഫ് ദേ ആർ നോട്ട് ഫോളോയിങ് സച്ച് ഗൈഡ് ലൈൻസ്, ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാതെ കെയർലെസ് ആയിട്ടാണ് ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ ഇട്ടിരിക്കുന്നതെങ്കിൽ, ഡിസ്കാർഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും they have to suffer a fine or penalty. അവരുടെ മേലിൽ ചുമത്തപ്പെടുന്ന ഫൈനുകൾ, പെനാൽറ്റീസ്, whatever the amount may be, എത്ര വലിയ തുകയാണെങ്കിലും അവരത് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് എന്താ പറയാ, ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അല്ലെ. നമ്മൾ ഒത്തിരി നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട്. ഇപ്പൊ റോഡിലൂടെ വണ്ടി ഓടിച്ചു വരുമ്പോൾ നമ്മൾ ഒത്തിരി നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. എനിക്ക് പറ്റില്ല, ഞാൻ എന്റെ കാശ് കൊടുത്ത് വണ്ടി വാങ്ങിച്ച് എന്റെ ഇൻഷുറൻസ് ഒക്കെ അടച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എനിക്ക് ഇഷ്ടമുള്ള കൂടി ഓടിക്കാന്ന് പറഞ്ഞാൽ നടക്കുമോ?
നടക്കില്ല. ദർ ആർ സം റോഡ് റൂൾസ് അല്ലെ, നമുക്കറിയാം കുറച്ച് നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഓടിച്ചു വരുന്നതും, അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴായാലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ, ഇത് നമുക്കൊക്കെ നമ്മൾക്ക് തന്നെ ഗുണത്തിനാണ്. അപ്പൊ അല്ലെങ്കിൽ എന്ത് പറ്റും, തോന്നിയ പോലെ ആളുകൾ ഓരോ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കും. അപ്പൊ ഇതൊക്കെ സ്മൂത്ത് ഫംഗ്ഷനിങ് വേണ്ടി, ഇപ്പൊ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ട്രാഫിക് പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൺട്രോളിങ്ങും ആ സിഗ്നൽസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾക്ക് കൃത്യമായിട്ട് അത്രയധികം എന്താ പറയാ കൺഫ്യൂസ്ഡ് ആകാതെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോരാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ, വണ്ടി വരുമോ ഇല്ലേ, ചാടോ, അപ്പുറത്തേക്ക് പോകണോ ഇപ്പുറത്തേക്ക് പോകണോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആകുന്നതിന്റെ കാരണം അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും പല രീതിയിലുള്ള ഈ പറയുന്ന എന്താ പറയാ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ ദേ ഹാവ് ടു ഫോളോ ദ ഗൈഡ് ലൈൻസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ് പെനാൽറ്റീസ് ആൻഡ് ഫൈൻസ്. അപ്പൊ ഇത്തരം പെനാൽറ്റിയോ ഫൈനോ ഒക്കെ കൊടുക്കാതിരിക്കണമെങ്കിൽ ആ EPA ഏജൻസി നൽകുന്ന എന്താ പറയാ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. അപ്പൊ അത്തരം ഗൈഡ് ലൈനുകൾ അവരൊക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ടാവും, നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ബട്ട് നമുക്ക് ഇന്നതറിയണം, എന്ത് ഇവരത് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം ഇൻ ഓർഡർ ടു കൺട്രോൾ ആർ മാനേജ് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് ഈ രീതിയിൽ ഫോളോ ചെയ്താൽ അവർക്ക് കൊള്ളാം എന്നാണ്. അല്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും. മറ്റൊന്നെന്താണ്, നേരത്തെ പറഞ്ഞ നമ്മള് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ആണ്. ഇനി പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ് വാങ്ങിച്ചിരിക്കണം. ഏത് ഹോസ്പിറ്റൽസും മസ്റ്റ് ഒബ്റ്റെയിൻ എ പെർമിറ്റ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ്. അവർക്ക് അവിടെ സ്പില്ലേജുകൾ ഉണ്ടാകും. ഹോസ്പിറ്റൽസ് ആകുമ്പോൾ നമുക്ക് സ്പില്ലേജ് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്, ഉണ്ടാകും. അപ്പൊ ഈ ഹോസ്പിറ്റൽസിലെ വേസ്റ്റുകളൊക്കെ നമ്മൾ അൺസേഫ് ആയിട്ട്, അതായത് അധികം എന്താ പറയാ നമ്മള് ശ്രദ്ധയില്ലാതെ അത് അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടില്ല, അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തോളാം, അത് സ്പില്ലേജ് വേസ്റ്റ് ആയിക്കോട്ടെ എന്ത് തന്നെയാലും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തോളാം. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എപ്പോഴും, നമ്മൾ എന്ത് സാധനം തുടങ്ങുമ്പോഴും ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ലൈസൻസ് വേണം അല്ലെ. ചില കാര്യങ്ങൾക്കൊക്കെ നിർബന്ധമാണ്, ലൈസൻസ് നിർബന്ധമാണെന്നുള്ളത്. അപ്പൊ അത്തരം ഒരു ലൈസൻസ്, അതുപോലെ തന്നെ ഒരു പെർമിറ്റ്, ഒരു അനുവാദം സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസിൽ നിന്നും വാങ്ങിച്ചിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ട്, ഈ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യും, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, അത് സ്പില്ലേജ് വേസ്റ്റ് ആയിക്കോട്ടെ, അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റ് എന്ന് വെച്ചാൽ സേഫ് അല്ലാത്ത വേസ്റ്റുകൾ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും അത് ഹാൻഡിൽ ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും ഉള്ള ഒരു പെർമിറ്റ് ഹോസ്പിറ്റൽസ് തീർച്ചയായിട്ടും വാങ്ങിച്ചിരിക്കണം. അതാണ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്. ക്ലിയർ ആണോ ഈ പറയുന്നതൊക്കെ? ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് പറയുന്നത് കുറച്ച് എന്താ പറയാ ആക്ടുകൾ ഉണ്ട് ഇവർക്ക്. ആ ആക്ടുകളിലൂടെ മാത്രമേ അവർക്ക് അത് ഫോളോ ചെയ്ത് അതിന് കമ്പൈൽഡ് ആയിട്ടാണ് ഈ സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ അവര് മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമതേത് EPA എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറയുന്ന ഒരു കുറച്ച് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താണ് അവര് വേസ്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ മാനേജ് ചെയ്യുകയും ചെയ്യേണ്ടത്. അതർവൈസ് ദേ ഹാവ് ടു സഫർ എ ഫൈൻ ഓർ പെനാൽറ്റി, അല്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഫൈനോ പെനാൽറ്റി. ഇപ്പൊ നമ്മൾ ചില നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫൈൻ ഈടാക്കില്ലേ. നമ്മൾ വണ്ടി ഓടിച്ചു പോരാണ്, നമ്മൾ അലസമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല, സിഗ്നൽ കണ്ടില്ല, പറപ്പിച്ചങ്ങനെ പോകുന്നു അല്ലെ. അത് അപകട സാധ്യതകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ധരിച്ചില്ല, നമ്മളിലേക്ക് ഫൈൻ വരും. ഇപ്പൊ പ്രത്യേക രീതിയാണ് അല്ലെ, ഫോട്ടോ എടുക്കുന്നത് നമ്മളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരും, ഇത്ര രൂപ അടയ്ക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ അത് വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാത്തതുകൊണ്ട്. അപ്പൊ ഹോസ്പിറ്റൽസും ഇത്തരം ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി അല്ലെങ്കിൽ ഇതുപോലെ ഫൈനുകളൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ് നിർബന്ധമാണ്. ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകൾ, സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ ഞങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാം. അതവർക്ക് അതിന് അധികാരം കിട്ടണം. അധികാരം, ഇന്ന വേസ്റ്റ് ഒക്കെ ഉണ്ടാകും, അത് ഞങ്ങൾ ഇങ്ങനെ ഇതാക്കാം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് അതിനൊരു പെർമിറ്റ് കിട്ടണം. അത് അവർ വാങ്ങിച്ചിരിക്കണം സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റിയിൽ നിന്ന്. തീർച്ചയായിട്ടും അത് കളക്ട് ചെയ്തിരിക്കണം. മറ്റൊന്ന് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് എന്താ പറയാ മസ്റ്റ് ബി ഗിവൺ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രെയിനിങ്. ആ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ദേ ആർ ട്രെയിൻഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ് അല്ലെ. ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുത്തതാണ്. ഇപ്പൊ എനിക്ക് അതിന്റെ ട്രെയിനിങ് കിട്ടി, അപ്പൊ നിങ്ങൾ ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ആളാണ്. സോ എനിക്ക് അതിന്റെ ഒരു ചെറിയ സർട്ടിഫിക്കേഷൻ, ചെറിയൊരു ഞാൻ ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ട്രെയിൻഡ് ആണ്. എനിക്ക് അങ്ങനെ ഒരു സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ അതിന് റിയാക്ട് ചെയ്യാൻ എനിക്ക് അറിയാം. കാരണം ആ ട്രെയിനിങ് എനിക്ക് കിട്ടി. ട്രെയിനിങ് കിട്ടിയവനും കിട്ടാത്തവനും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അവർക്ക് അതെന്താ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ നോക്കിയിരിക്കും അല്ലെ. എനിക്ക് ട്രെയിനിങ് കിട്ടിയില്ല, അപ്പൊ എനിക്ക് അറിയില്ല അതെന്താ ചെയ്യേണ്ടത്, അവൻ നോക്കിയിരിക്കും. ട്രെയിനിങ് കിട്ടിയവരാണെങ്കിൽ ഇമീഡിയറ്റ്ലി ദേ വിൽ ആക്ട്. അവർ പെട്ടെന്ന് തന്നെ അതിന് ആക്ഷൻ എടുക്കും. ഓക്കെ, അപ്പൊ ആ രണ്ട് രീതിയുണ്ട്. അപ്പൊ ട്രെയിൻ ചെയ്തവർക്ക് അതിൻ്റെതായ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യാം. ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ അവർക്ക് കൃത്യമായി ചെയ്യാം, ഡിസ്പോസൽ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഒരു റെഗുലേഷൻസ് ഒക്കെ അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്നുള്ളതിനൊരു അടയാളം, ഒരു പ്രൂഫ് എന്നതുപോലെയാണ് ആ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അത്തരം സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക്, അപ്പൊ നമുക്കറിയാലോ, എന്തറിയാം,
അവര് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള ട്രെയിൻ ചെയ്തവരാണ്. എന്നിട്ട് പിന്നെ അവർ എന്തുകൊണ്ട് നോക്കി നിന്നു? ആ ഒരു സ്പില്ലേജ് വന്നപ്പോ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയില്ലാത്ത ആളാണ്, അവന് അറിയില്ല, ഓക്കെ, അവന് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. സോ നമുക്ക് അവന് ഒന്നും പറയാൻ പറ്റില്ല. മറ്റവരോട് നമുക്ക് ചോദ്യം ചെയ്യാം, വൈ ഡു യു ഡിഡ് നോട്ട് യു ആക്ട്, എന്തുകൊണ്ട് നിങ്ങൾ അതിനെ പ്രതികരിച്ചില്ല, റിയാക്ട് ചെയ്തില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാനൊക്കെ ഉള്ളതുണ്ട്. സർട്ടിഫിക്കേഷൻസ് ട്രെയിനിങ്ങിന്റേത് അവർക്ക് കൊടുത്തിരിക്കുക ഹെൽത്ത് കെയർ വർക്കേഴ്സിന്. ദെൻ റെക്കോർഡ് കീപ്പിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗും അതുപോലെ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണം, ദേ ഷുഡ് കീപ് റെക്കോർഡ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആക്ടിവിറ്റീസ്. ഈ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവര് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. അതായത് എന്ത് സാധനമാണ് സ്പില്ലായത്, ഡോക്യുമെന്റേഷൻ ഓഫ് സ്പിൽസ്, ഏത് രീതിയിലുള്ള സ്പിൽസ് ആണ് ഉണ്ടായത്, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്തു, അതിന്റെ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരുന്നു, വാട്ട് വാസ് ദ ഫോളോ അപ്പ് ആക്ഷൻസ് ടേക്കൺ, അവര് എടുത്ത ആക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ബുക്ക് കീപ്പിംഗ്, റെക്കോർഡ് കീപ്പിംഗ് എന്നുള്ളത്. പിന്നെന്താണ്, മറ്റൊന്നാണ് ഇൻസ്പെക്ഷൻ. റെഗുലേറ്ററി ഏജൻസീസ്, അതായത് ഇവര് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ കുറച്ച് ഏജൻസീസിന്റെ പേരൊക്കെ പറഞ്ഞല്ലോ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയോ അല്ലെങ്കിൽ അതിന് മുമ്പ് പറഞ്ഞ റെഗുലേറ്ററി ആക്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ആളുകളോ, അവരൊക്കെ അത്തരം അതോറിറ്റീസ് ഒക്കെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്താൻ സാധ്യതയുണ്ട് മാനേജ്മെന്റ്, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട്. അപ്പൊ ഹോസ്പിറ്റൽ ഷുഡ് ബി റെഡി ടു ഹാവ് സച്ച് ഇൻസ്പെക്ഷൻസ്. അവർ ഇത്തരം ഇൻസ്പെക്ഷൻസ് ഉണ്ടാകും എന്ന രീതിയിൽ എപ്പോഴും കരുതിയിരുന്നോണം. മനസ്സിലായോ? അതനുസരിച്ച് അവർ പ്ലാൻ ചെയ്തോളണം. അവരുടെ എന്താ പറയാ, ഈ പറയുന്ന ഇൻസ്പെക്ഷന്റെ സമയത്ത് ഏതെങ്കിലും അവർ തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത എന്തെങ്കിലും വേസ്റ്റ് മറ്റേ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന അതോറിറ്റീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടാലോ അതൊന്നും ഇല്ലാതെ ഒഴിവാക്കി അത്തരം കാര്യങ്ങളിൽ എപ്പോ വേണമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യപ്പെടാം എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ വേണം അവർക്ക് കാര്യങ്ങൾ നടത്താനായിട്ട്. അപ്പൊ എല്ലാ റെഗുലേറ്ററി ഏജൻസീസും ചിലപ്പോഴൊക്കെ ദേ മേ ഹാവ് കം ഫോർ സം ഇൻസ്പെക്ഷൻസ് ഇൻ ഹോസ്പിറ്റൽസ് ടു എൻഷുർ, എന്തിനു വേണ്ടിയിട്ട്, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അവരെങ്ങനെയാണ് ഇത്തരം വേസ്റ്റ് എന്താ പറയാ മാനേജ്മെന്റ് റെഗുലേഷൻസിനോട് എങ്ങനെയാണ് കംപ്ലയൻസ് ചെയ്യുന്നത്, എങ്ങനെ സഹകരിക്കുന്നു, എങ്ങനെ അതിനോട് ചേർന്ന് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇൻസ്പെക്ട് ചെയ്യപ്പെടുമെന്നുള്ളതിന് കരുതിയിരിക്കുക എന്നുള്ളതാണ് അത്. ഇനി അടുത്ത എന്താ, പെനാലിറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ്. സഹകരിക്കാത്തവര്, ഇതിനോട് ഒത്തുചേർന്ന് പോകാത്തവരുടെ പേരിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസ് ഷുഡ് ഹാവ് ടു ബി അബൈഡ് ബൈ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ്. ഈ പെനാൽറ്റീസിന്, ഫൈൻസിനൊക്കെ തീർച്ചയായിട്ടും ഇവർക്ക് ബാധ്യതയുണ്ട് എന്നാണ് പറയാം. അപ്പോ അവർക്ക് ഈ ഫൈൻസും പെനാൽറ്റീസും പിന്നെ ചിലപ്പോ ഇതിനു പുറമെ ചിലപ്പോ ചില ലീഗൽ ആക്ഷൻസ് വരെ ഇവർക്ക് നേരിടേണ്ടി വരും. അതും വരെ ഫേസ് ചെയ്യേണ്ടി വരും. ലീഗൽ ആക്ഷൻസ് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരിൽ നിന്നും എടുത്തു കളയും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, പെനാൽറ്റീസ്, ഈ നോൺ കംപ്ലയൻസ്. അപ്പൊ ഈ വേസ്റ്റ് മാനേജ്മെന്റിൽ ഇവർ സഹായിച്ചില്ലെങ്കിൽ അത്തരം പെനാൽറ്റീസോ അല്ലെങ്കിൽ ഫൈൻസോ അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻസോ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്തിന്റെ ഭാഗമായിട്ടുള്ളത്, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന റെഗുലേഷൻസും അല്ലെങ്കിൽ ആക്ടുകളും പ്രകാരം ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആ ഒരു ചട്ടക്കൂട് നിർത്തിയിരിക്കുന്നത്. അപ്പോ ക്ലിയർ ആയോ അതെന്താണെന്ന്? മനസ്സിലായോ ആ ടോപ്പിക്ക്? ജസ്റ്റ് ഒന്ന് മനസ്സിലായി, ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ വേഗം. ആ ഒരു പോയിന്റുകൾ 7 പോയിന്റ് ഉണ്ട്. 7 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഫ്രെയിം വർക്ക്, റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ആൻഡ് കംപ്ലയൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു ടോപ്പിക് കൂടി അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി എടുക്കാനുള്ള ഒരു കുഞ്ഞ് ഭാഗം കൂടി ഉണ്ട്.
കഴിഞ്ഞോ വായിച്ച്? ഹരിത, ഷീബ വൈകി പോയല്ലോ, എന്ത് പറ്റി? ക്ലാസ്സിൽ കയറിയപ്പോ കുറെ ലേറ്റ് ആയിട്ടാണല്ലോ കയറിയത്. അരമണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നു കയറിയപ്പോ. നെറ്റ് ഇല്ലായിരുന്നു മിസ്സേ, റേഞ്ച് ഇല്ലായിരുന്നു. റേഞ്ച് ഇല്ല. ഹരിതയോ? ഹരിത എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് കൂടാതെ, ടീച്ചേഴ്സ് ഇപ്പൊ 3 പേരാണ് എടുക്കണം, 3 പേര് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് കൂടാതെ ഒരു 3 ചാപ്റ്റർ കൂടി ഉണ്ടായിരുന്നുള്ളൂ, അശ്വതി മിസ്സിന്റെ ഉൾപ്പെടെ. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വീണ്ടും ഓരോ ചാപ്റ്റർ വീതം ഓരോരുത്തർ എടുക്കുകയാണ്. അതോടുകൂടി തീർന്നിട്ടാണ് നമ്മളുടെ ചാപ്റ്റേഴ്സിന്റെ തീരാണ്. നിങ്ങൾക്ക് ഐ തിങ്ക് അടുത്ത ആഴ്ചത്തോടുകൂടി എല്ലാവരുടെയും തീരും. അടുത്ത ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ള ക്ലാസ്സുകൾ കുറച്ച് എല്ലാവരും തന്നെ കുറവാ കയറുന്നത് ക്ലാസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അവരൊന്നും അധികം കാണുന്നില്ല ക്ലാസ്സിനകത്തേക്ക്. അത് റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് പ്രശ്നമില്ല. നിങ്ങളത് കിട്ടുന്ന സമയങ്ങളൊക്കെ ഇനി വേഗം തന്നെ ഉള്ളത് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എക്സാമിൽ ഇപ്പോഴത്തെ ഇനിയുള്ള എക്സാമിൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. കഴിഞ്ഞ ചാപ്റ്ററുകൾ എവിടെ വരെയൊക്കെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത് എക്സാമിന്, ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. സോ അത് നിങ്ങൾ വേഗം തന്നെ പഠിച്ചു. മോഡൽ എക്സാം അല്ലേ ഉണ്ടാവുക? ഇനി ഇപ്പൊ എടുക്കുന്നതില് വേറെ സെപ്പറേറ്റ് എക്സാം ഉണ്ടാവില്ലല്ലോ? മോഡലാവില്ലേ? ഇനി മോഡലായിരിക്കും. മീൻസ് 3rd and 4th മൊഡ്യൂളാണ് ഉദ്ദേശിച്ചത്? ഇല്ലല്ലോ, അതൊക്കെ കഴിഞ്ഞല്ലേ? അല്ല, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ മോഡലാവില്ലെന്ന് ചോദിച്ചാൽ. ഈ ഫൈനൽ എക്സാം ആണ്. അതെ, പറയും. അത് എന്തായാലും അതിന് എന്താന്ന് വെച്ചാ ഇനി നിങ്ങൾക്ക് ആ എന്താ പറയാ 3rd and 4th മൊഡ്യൂളിന്റെയും കഴിഞ്ഞു. നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ എക്സാം നിങ്ങൾ കൊടുത്തതാണല്ലോ. കൊടുത്തല്ലേ? അതെ അതെ, 2 എക്സാം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, പിന്നെ 3rd and 4th രണ്ടും എടുത്തു. എന്നത്തേക്ക് ഒരു മിസ് എക്സാം? അത് നെക്സ്റ്റ് വീക്ക്. ഇപ്പൊ അടുത്ത ആഴ്ച കൊണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ആ പോർഷൻസ് തീരും. അപ്പൊ നെക്സ്റ്റ് വീക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് ഞങ്ങൾക്ക് തന്നിരുന്ന ഡേറ്റ്. പക്ഷെ അതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു മിസ്സിന് കൂടി വയ്യാണ്ട് വന്നു. അപ്പൊ ആൾക്ക് ഒട്ടും പറ്റണില്ല. അല്ലെങ്കിൽ പുള്ളിക്കാരി എങ്ങനെയെങ്കിലും വന്നേനെ. അത് വയ്യ, തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു ക്ലാസ് പോലും എടുക്കാൻ പറ്റില്ല. ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിരുന്നതായിരുന്നു, ആൾക്ക് പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒട്ടും വയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ അത്രയും നമ്മള് വരുമെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷെ ഇന്നലെ എന്തൊക്കെയോ വേറെ ടെസ്റ്റുകൾ ചെയ്തപ്പോ ഒത്തിരി റെസ്റ്റ് വേണമെന്നാ പറഞ്ഞേക്കണം. അപ്പൊ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീക്കില് തീരേണ്ടതായിരുന്നു. ഇപ്പൊ ഞങ്ങൾ തന്നെ ആ എടുക്കേണ്ട ചാപ്റ്റേഴ്സ് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ സമയം കണ്ടെത്തി. അതുകൊണ്ടാണ് അടുത്ത ആഴ്ചത്തെ കൂടി നീട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാഴ്ച സ്റ്റഡി ലീവ് തരുമായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. ഐ തിങ്ക് സോ ഈ മാസം അവസാനം നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. ഒരാഴ്ച നെക്സ്റ്റ് വീക്ക് ഉണ്ടാവുമല്ലോ. അത് കഴിയുമ്പോ ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ബിഗിനിങ്ങിലോ ആയിരിക്കും നിങ്ങളുടെ എക്സാം വരും. നിങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അതിന്റെ അടുത്ത ഭാഗം ഒരു ചെറിയ ഭാഗമുണ്ട്, അത് നോക്കാം.
അപ്പൊ ഇനി എന്താണെന്ന് നോക്കിയാമോ? ഇനി എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് ആണ് ലാസ്റ്റ് ഭാഗം. അതായത് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള എന്താ പറയാ പുതിയ പുതിയ ടെക്നോളജീസ് ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള പുതിയതായിട്ട് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ ഇപ്പോൾ നിലവിലുള്ളതുമായിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജീസിനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അതിന് പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ചില എമർജൻസുകൾ ആണ് പറയുന്നത്. ഒന്ന് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ആണ്. റോബോട്ടിക് അറിയാലോ അല്ലെ? ഇന്ന് നമ്മള് ഒത്തിരി നമ്മളിപ്പോ ലുലുവിലൊക്കെ പോയി കഴിയുമ്പോ ആ ഒരു സിസ്റ്റം കാണാം. അതായത് തന്നെ ഇങ്ങനെ പോയിട്ടൊക്കെ എന്താ പറയാ നമ്മുടെ ചില വീടുകളിലൊക്കെ ഇപ്പൊ അത് കോമൺ ആയിട്ട് വീടുകളിൽ പോലും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു എന്താ പറയാ സ്വിച്ച് ചെയ്ത് കൊടുത്താൽ ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടൊക്കെ പാത്വേ ഒന്ന് ക്ലിയർ ആക്കി കൊടുത്താൽ മതി തന്നെ പോയിട്ടൊക്കെ. അപ്പൊ ഇന്ന് പുതിയ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റോബോട്ടിക് ആയിട്ടുള്ള ചില ടെക്നോളജീസ് ആർ ബീങ് ഡിസ്കവേർഡ് ടു ഹാൻഡിൽ ഡേഞ്ചർ. ഡിസ്കവേർഡ് എന്നാണ് അത്. ആ വേർഡ് ഒന്ന് തിരുത്തണേ. ടു ഹാൻഡിൽ ഡേഞ്ചർ വേസ്റ്റ്. ഇത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ വളരെ സേഫ് ആയിട്ടും വളരെ സ്കിൽഫുള്ളി വളരെ പ്രാഗൽഭ്യത്തോടു കൂടിയൊക്കെ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ഈ പറയുന്ന എക്സ്പോസേഴ്സ് ഇത്തരം എന്താ പറയാ സ്ഫോടനങ്ങളൊക്കെ, അതായത് ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് സ്ഫോടനങ്ങളൊക്കെ ഒഴിവാക്കാനും അതൊക്കെ അവോയ്ഡ് ചെയ്യാനും കുറയ്ക്കാനും ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ കൂടുതൽ എന്താ പറയാ ആക്യുറേറ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാനും വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന റോബോട്ടിക് സിസ്റ്റം ഒക്കെ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. അതാണ് പുതിയ ഇന്നോവേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകളെ മാനേജ് ചെയ്യാൻ പുതിയ ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക് എന്താ പറയാ ഡിസ്കവറി ആണ്. പിന്നെ അടുത്തത് എന്താ? ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്, ബയോളജിക്കൽ പ്രോസസ് ആണ് അത്. അതായത് നമ്മളുടെ എന്താ പറയാ ജീവാണുപരമായിട്ടുള്ള ചില പ്രോസസ് ആണ്. അവര് ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഡേഞ്ചറസ് വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, വളരെയധികം ചെറിയ രൂപത്തിലേക്ക് ബ്രേക്ക് ചെയ്ത് ഇല്ലാതാക്കുന്ന ഒരു രീതി. ചില വീഡിയോസിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചില ഇത്തരം സാധനങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ചില വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, നമ്മുടെ വീടുകളിലുള്ള വലിയ സാധനങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന. ഇപ്പൊ നമ്മൾ ഈ ചീത്തയായ വലിയ എക്യുപ്മെന്റുകളൊക്കെ ഇല്ല, ഇപ്പൊ കാറുകളൊക്കെ തന്നെ, വലിയ കാറുകളൊക്കെ തന്നെ ഒത്തിരി പഴകി ഒന്നിനും കൊള്ളില്ല. അപ്പൊ അതിനൊക്കെ എന്താ പറയാ അതിന്റെ പാർട്സുകളൊക്കെ ഇതൊക്കെ അലക്കുമ്പിടിയൊക്കെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മള് റീസൈക്കിൾ ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയോ ഇതൊക്കെ ഭൂമിയിൽ ഇങ്ങനെ ഭാരമായിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാരെക്കാളും കൂടുതലും ഈ പറയുന്ന സാധനങ്ങളും യന്ത്രങ്ങളൊക്കെ ആവുകയെ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് എന്താ പറയാ കൺട്രോൾ ചെയ്യണം ഒരു പരിധി വരെ. ഓക്കെ, അപ്പോ എന്താ പറയാ ഇതുപോലെ ഇഫക്റ്റീവ് ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ, അതായത് ഈ പറയുന്ന വലിയ ഇത്തരം വേസ്റ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ അവര് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് ഇല്ലാതാക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ്. അതിലൂടെ ഈ പറയുന്ന ഹോസ്പിറ്റൽസിലെ സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ തന്നെ ഇഫക്റ്റീവ് ആയിട്ട് ഒരു ഫ്രണ്ട്ലി അപ്രോച്ചില്, അതായത് ബയോ മീൻസ് നേച്ചർ ഫ്രണ്ട്ലി ആണല്ലോ, അപ്പൊ ആ രീതിയിൽ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഇത്തരം സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു രീതി, അതിനെയാണ് ബയോ റെമഡിയേഷൻ എന്ന് വിളിക്കുക. ആ വാക്ക് ഓർത്താൽ മതി. ബയോളജിക്കൽ പ്രോസസ് ആണ് ബയോ റെമഡിയേഷൻ. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ ഒരു സേഫ് ആയിട്ട് സ്കിൽഫുൾ ആയിട്ട് നമുക്ക് എന്താ പറയാ ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് ഡിസ്കവർ ചെയ്തിരിക്കുന്ന
ഒരു ഫെസിലിറ്റി ആണ് എന്ന് ഓർക്കുക. മറ്റൊന്നുണ്ട് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രോസസ്സാണ്. അത് എന്താ പറയാന്നറിയാമോ, ഇതും ബ്രേക്ക് ഡൗൺ തന്നെ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ബട്ട് യൂസിങ് ഹൈ ടെമ്പറേച്ചർ ആണ്. ഭയങ്കര ഉന്നതമായ ഊഷ്മാവ് ഉപയോഗിച്ച് ഇത്തരം അൺസേഫ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ ചെറിയ കോൺസ്റ്റിറ്റ്യൂട്ട് കമ്പോണൻസ് ഇങ്ങനെ എന്താ പറയാ കഷ്ണമൊക്കെ ആയിട്ട് കമ്പോണന്റുകളാക്കി വേർതിരിക്കുന്ന ഒരവസ്ഥ. അത് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ഓർക്കുക, ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച്. ഓരോന്നിനും ഓരോ വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക, അത് കണക്ട് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. അങ്ങനെയാണ് അത് വരുന്നത്. കണ്ടേക്കണേ. അപ്പൊ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് ഓർക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് എന്താ പറയാ കമ്പോണന്റുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. റെമഡിയേഷൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. മറ്റേത് നമ്മൾ പറഞ്ഞല്ലോ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് സ്കിൽഫുൾ ആയിട്ട് ടെക്നോളജിയുടെ സഹായത്തോടെ, പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഡിസ്കവർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ്. ഇനി അപ്പൊ ഈ പറയുന്ന ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച് സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കമ്പോണൻസ് ആയിട്ടൊക്കെ ഇതുപോലെ തന്നെ മിനിമൈസ് ദ വാല്യൂ ഓഫ് വേസ്റ്റ്, വോളിയം ഓഫ് വേസ്റ്റിന്റെ വോളിയം കുറയ്ക്കാനും റിസ്ക് കുറയ്ക്കാനും ഡേഞ്ചറസ് സബ്സ്റ്റൻസിന്റെ സ്പ്രെഡ് ചെയ്താൽ അതിൽ നിന്നുണ്ടാകുന്ന ഡേഞ്ചറസ് സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇതിനകത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് നമുക്ക് റീസൈക്ലിംഗ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതിയാണ് ഉപയോഗിക്കുക. മറ്റൊന്ന് ഗ്രീൻ കെമിസ്ട്രി ആണ്. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഡിസൈൻ ആണ്. അത് അങ്ങനെ ഓർത്തില്ല, ആ ഒരു വേർഡുകൾ കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മാത്രം മതി, ഫുള്ളൊന്നും നിങ്ങൾ പഠിക്കൊന്നുമില്ല. അപ്പൊ ഒരു അപ്രോച്ച് ഓഫ് കെമിക്കൽ ഡിസൈൻ ആണ്. എന്താണ് വിച്ച് എയിംസ് റെഡ്യൂസിങ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. ഇത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുന്നതൊക്കെ കുറയ്ക്കാനും അതിന്റെ എന്താ പറയാ ഉപയോഗങ്ങൾ കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഡിസൈൻ ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി അതും ഇതുപോലെ തന്നെ നമുക്ക് ഡേഞ്ചറസ് വേസ്റ്റ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നാനോ ടെക്നോളജി ആണ്. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ടു ഗിവ് ഫ്രീ അല്ലെങ്കിൽ ഇഫക്റ്റീവ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി സൊല്യൂഷൻസ്. അതും ഇഫക്റ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഫ്രണ്ട്ലി സൊല്യൂഷൻസിന് വേണ്ടിയിട്ടാണ് അത്തരം ഒരു നാനോ ടെക്നോളജി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്താന്നാ ചെയ്യുന്നത്, ഇതിനകത്ത് നാനോ പാർട്ടിക്കിൾസ് ആയിട്ട്, നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തീരെ സൂക്ഷ്മമായിട്ടുള്ള നമ്മളുടെ എന്താ പറയാ കണ്ണുകൾ കൊണ്ടൊന്നും വേറെ ഐസ് കൊണ്ടൊന്നും കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റുള്ളൂ. അത്തരം അതിസൂക്ഷ്മമായിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വിഘടിപ്പിക്കുക അല്ലെങ്കിൽ ചെറുതാക്കുക, അങ്ങനെ ഒരു ഈസിയർ ആയിട്ടുള്ള ഒരു എന്താ പറയാ രീതിയിൽ ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ എലിമിനേറ്റ് ചെയ്യാനും ഡിസ്പേസ് ചെയ്യാനും സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് നാനോ. നാനോ മീൻസ് വളരെ ചെറുതെന്നാണ് അർത്ഥം. അതിന്റെ മീനിങ് അങ്ങനെയാണ് അല്ലെ. നാനോ കാറ് നമ്മൾ കണ്ടല്ലോ അല്ലെ, വളരെ ചെറുതാണ് കമ്പയർഡ് ടു അതർ കാർസ്. നമുക്കറിയാം ഏറ്റവും ചെറിയ രൂപത്തിലുള്ള ഒരു കാറാണ്. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജിയാണ്. ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ ആദ്യത്തേൽ പറഞ്ഞു, കുറച്ച് എന്താ പറയാ ഈ വിഘടിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, പ്ലാസ്മ എന്താ പറയാ ബയോ റെമഡിയേഷനിലും പറഞ്ഞു ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ഡേഞ്ചറസ് വേസ്റ്റിനെ. പക്ഷെ അത് ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ്. ഇത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. നാനോ ടെക്നോളജി ഉപയോഗിച്ച് അതിനേക്കാളും തീരെ ചെറിയ എന്താ പറയാ കമ്പോണന്റുകളായിട്ട് ബൈൻഡ് ചെയ്യുക, പൊടിക്കുക എന്നൊക്കെ പറയാം. നമുക്ക് അതിനങ്ങനെ പൊടിച്ച് തീരെ സൂക്ഷ്മമായിട്ടുള്ള വേസ്റ്റുകളാക്കി മാറ്റി അത് എന്താ പറയാ ഇല്ലാതെ ആക്കുന്ന ഡിസ്പോസ് ചെയ്യുന്ന ഒരു രീതിയാണ് നാനോ ടെക്നോളജി. അപ്പൊ ഇതെല്ലാം തന്നെ ഇന്ന് എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് ഇനിയും കണ്ടുപിടിക്കപ്പെടാനുണ്ടാകാതിരിക്കാം ഈ വേസ്റ്റുകളൊക്കെ എങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം എന്ന്. അപ്പൊ തീർച്ചയായിട്ടും വേസ്റ്റുകൾ മനുഷ്യൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വേസ്റ്റ് എന്താ പറയാ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റൽസ് നമുക്കറിയാം ഇറ്റ്സ് എ പ്ലേസ് വേർ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ. ഒത്തിരി ആളുകളുള്ള ഒരു സ്ഥലമാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഉണ്ടാകും, പേഷ്യൻസ് ഉണ്ട്, ഡോക്ടേഴ്സ്, ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുറെ ഹോസ്പിറ്റൽസ് ഒക്കെ കുറെ ഇക്കോ ഫ്രണ്ട്ലി ആകുന്ന രീതിയിലേക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുറെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. മറ്റൊന്നും തന്നെ അവരുടെ ഹോസ്പിറ്റൽസിലേക്ക് അവർ എൻട്രി ചെയ്യാൻ എന്താ പറയാ അനുവദിക്കില്ല. നമ്മള് പേഷ്യന്റിനെ കാണാനായിട്ട് ചെല്ലുമ്പോ ചില ആളുകൾ പേഷ്യൻസിനെ കാണാൻ പോകുമ്പോ ഹോസ്പിറ്റൽസിലേക്ക് കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകും അല്ലെ, ഫ്രൂട്ട്സ് ആകാം, മറ്റു സാധനങ്ങളൊക്കെ ആകാം. ഇന്ന് ചില ഹോസ്പിറ്റൽസിലേക്ക് നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അവര് കയറി പോകുന്ന സ്ഥലത്ത്
അവിടെ വാച്ച് ചെയ്യാനായിട്ട് ഉണ്ടാകും. നമ്മുടെ വലിയ ബാഗ്സ് ഒന്നും അങ്ങോട്ട്, ഇപ്പൊ നമ്മുടെ ഷോൾഡർ ബാഗുകളോ അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മളിങ്ങനെ ക്യാരി ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവരെടുത്ത് പരിശോധിക്കും. അത്തരം ബാഗുകളൊന്നും അലൗബിൾ അല്ല മുകളിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പേഷ്യൻസിനെ കാണുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊന്നും. അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ കുറയ്ക്കുന്നതിന്റെ ഭാഗമാണ്. കുറെയൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മളുടെ കൈകൾ ഫ്രീ ആക്കുക, നമ്മള് സേഫ് ആകുക എന്ന് മാത്രമേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. എന്തോരം ആളുകളാ ഇപ്പോഴും നമ്മളൊക്കെ റോഡിലൂടെയൊക്കെ വണ്ടി ഓടിച്ചൊക്കെ പോരുന്ന സമയത്ത് റോഡ് സൈഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വീടുകളിലെ വേസ്റ്റ് ആണ് അവിടെ റോഡുകളുടെ സൈഡുകളിൽ കിടക്കുന്നത് കാണാം. നാളെ എന്റെ വീടിന്റെ ഫ്രണ്ടിലും നമ്മളുടെ ഓരോരുത്തരുടെ വീടിന്റെ ഫ്രണ്ടിലും ആ സ്ഥലമൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഇനി നമ്മുടെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് വരും എവിടെയെങ്കിലൊക്കെ. അപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ ആളുകൾ അവരവരുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ കൂട്ടി വെച്ചിട്ട് രാത്രി ആകുമ്പോൾ ഒരു കിറ്റോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും, എന്റെ അല്ലല്ലോ, എനിക്ക് എന്താ പറയാ ഭീഷണിയാകുന്ന സാധനം എല്ലാവർക്കും കിടക്കട്ടെ എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി ഇടുന്ന ഒരു ടെൻഡൻസി ഉണ്ട് ആളുകൾക്ക്. അത് തന്നെയാ. അപ്പൊ എന്റെ കൈ ഫ്രീ ആക്കുക, ഞാൻ എന്റെ സ്ഥലങ്ങൾ ക്ലീൻ ആക്കുക, ഫ്രീ ആക്കുക, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം വരും ഇത് നമ്മളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു ദിവസം. കാരണം അവിടേക്ക് നിറഞ്ഞു കഴിയുമ്പോ പിന്നെ അവിടുന്ന് ഇത് വേറെ സ്ഥലമില്ല വരാനായിട്ട്. അപ്പൊ ഇതിങ്ങനെ പടർന്നു വരും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും ഒരു ദിവസം നമ്മളുടെ എന്താ പറയാ പിൻഗാമികൾ അല്ലെ, നമ്മൾക്ക് പിന്നാലെ വരുന്ന ജനറേഷനൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു വിപത്താണ് ഈ പറയുന്ന വേസ്റ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ. ഒത്തിരി വലിയൊരു അപകടത്തിലേക്കാണ്. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹോസ്പിറ്റൽസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ രോഗങ്ങളുമായിട്ട് വരുന്ന രോഗങ്ങളുടെ ഇൻഫെക്ഷൻസ് കൂടാൻ സാധ്യതയുണ്ട്. അത് മൊത്തത്തിൽ ബാധിക്കും. ഒരു ചെറിയ സിസ്റ്റം അല്ല, വലിയ സിസ്റ്റമാണ്. ഒരാളോ രണ്ടാളോ ആണെങ്കിൽ കുഴപ്പമില്ല. അവിടെ ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യും, പേഷ്യൻസ് ആയിട്ട് കിടക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ അവതാളത്തിലായാൽ പിന്നെ ആ ഒരു പ്രദേശം മുഴുവൻ ഇൻഫെക്റ്റഡ് ആകാനായിട്ട് അത്ര അധികം സമയമൊന്നും വേണ്ടി വരില്ല. വിതിൻ മിനിറ്റ്സോ ഒക്കെ ഒരു അവേഴ്സോ ഒക്കെ ഇതൊക്കെ സ്പ്രെഡ് ചെയ്ത് ആളുകളിലേക്ക് മൊത്തം പടരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ചില അസുഖങ്ങളൊക്കെ ചില നാടുകളിൽ ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നത്. ഓക്കെ, നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നന്നായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് എമർജിങ് ടെക്നോളജി എന്ന് പറയുന്നത്, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. പറയാമോ? എന്തോ? ഹലോ പോയോ കണക്ഷൻ? ഹലോ കേട്ടില്ലല്ലോ, ഇത് പറഞ്ഞല്ലോ നിമിഷ. പറയാമോ? എന്താണ് കേട്ടില്ലല്ലോ നിമിഷ? ഏതാ? ഗ്രീൻ കെമിസ്ട്രി ഒന്ന് പറയാമോ? ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഡിസൈൻ ആണ്. കെമിക്കൽസ് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതായത് ഈ പറയുന്ന പോലെ നമ്മളുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ അതിനെ എന്താ പറയാ ജനറേറ്റ് ചെയ്യാതിരിക്കാൻ, അതായത് ഈ പറയുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം, അതിനു വേണ്ടിയിട്ട് കെമിക്കൽ ഡിസൈൻ ആണ്. ആ രീതിയിൽ കെമിക്കൽ അപ്രോച്ച് ആണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. നമുക്ക് അതിന്റെ വിശദമായിട്ട് അത് ഓരോ പുതിയ പുതിയ ടെക്നോളജിയാണ്. ചിലത് ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ആണെങ്കിൽ ഇത് കെമിക്കൽ ഡിസൈനിങ്ങിലൂടെയാണ്.
വായിച്ചു നോക്കാം കേട്ടാ. വായിച്ചിട്ട് നമുക്ക് ഞാനിനി ഒരു ചാപ്റ്റർ കൂടിയാണ് ഞാൻ എടുക്കണേ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത് കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ. മൺഡേ എനിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ കയറാം. എന്റെ ടൈം ടേബിളിൽ ക്ലാസ് ഉണ്ട്. പക്ഷെ നമുക്ക് തിങ്കളാഴ്ച വേറൊരു പുതിയ ബാച്ച് തുടങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ എന്റെ ക്ലാസ് മാറും തോന്നുന്നു. ഇന്നത്തെ ദിവസത്തേക്ക് ആക്കുമായിരിക്കും. ഇന്ന് എനിക്ക് അവിടെ ക്ലാസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒറ്റ ദിവസം തീർക്കാൻ പറ്റും. എന്തായാലും നെക്സ്റ്റ് വീക്ക് നമ്മൾ എല്ലാവരും പോർഷൻസ് തീർക്കും. നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങളത് വായിച്ചും, ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ച് പഠിക്കരുത് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ ആ എടുത്ത ടോപ്പിക്, ആ ചാപ്റ്റർ ഒരു 2 പ്രാവശ്യം വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് വായിച്ചു പഠിച്ചോ. അത് ഓക്കെ, കുഴപ്പമില്ല, അതിന് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അറിയാൻ വേണമല്ലോ. ഇന്നില്ല എന്തോ ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് തരുമോ? ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു, ആൻസർ ചെയ്തിരുന്നോ? അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് മിസ്സേ. ഒരു 12 ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു കഴിഞ്ഞ ദിവസത്തേക്ക്. അതൊന്ന് ഞാൻ ക്ലാസ്സിൽ വായിപ്പിച്ചു. ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നവരെ കൊണ്ട് നമുക്ക് വായിപ്പിക്കാൻ പറ്റുള്ളൂ. അവർ വായിച്ചു, ആൻസേഴ്സ് കിട്ടാത്തതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി ഞാനിപ്പോ തരണം. നിങ്ങൾ ഇതൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് തരാൻ. മിസ്സേ, ഈ നാനോ ടെക്നോളജിയിലെ ഈ വേസ്റ്റിനെ നാനോ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് മാറ്റിയിട്ട് ഡിസ്പോസ് ചെയ്യുന്നു എന്നല്ലേ? അതെ അതെ, നാനോ പാർട്ടിക്കിൾസ് അതിസൂക്ഷ്മമായിട്ടുള്ള നമ്മളുടെ കണ്ണുകൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാവുന്നതിനേക്കാൾ തീരെ ചെറിയ പാർട്ടിക്കിൾസിലാക്കിയിട്ട് ഡിസ്കാർഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു ഫ്രണ്ട്ലി, ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ്. ഇനിയും കൂടുതൽ കണ്ടെത്തലുകൾ വരും ഇതിന്റെ ഭാഗമായിട്ട്. കാരണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ഒരു എന്താ പറയാ, ദുർഘടം പിടിച്ചൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ വീടുകളിൽ നമ്മുടെ വീടുകൾ തന്നെ ഒന്ന് നോക്കുക നിങ്ങള്, അല്ലെ? നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ വേസ്റ്റിലാണ് വരിക, അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലേ. നമ്മള് കഴിക്കുന്ന, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുന്നതിനേക്കാള് അധികമാണ് നമ്മളുടെ വീടുകളിൽ വേസ്റ്റ് വരിക. അപ്പൊ അതൊരു ഹോസ്പിറ്റലിലാവുമ്പോൾ ആലോചിച്ച് നോക്കിയേ, ഒത്തിരി പലതരത്തിലുള്ള വേസ്റ്റുകൾ, ഒരു പേഷ്യൻസിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളുണ്ട്, ലാബുകളിൽ വരുന്ന നമ്മുടെ വേസ്റ്റുകളൊക്കെ എല്ലാ സ്ഥലത്തെയും എവിടേക്കാണ് അതിന്റെ സോഴ്സസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്തരം വേസ്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ഒരു പ്രശ്നം, ഒരു ഭയങ്കര വലിയ രൂക്ഷമായ ഒരു പ്രശ്നം തന്നെയായിട്ടാണ് തീരുന്നത്. സോ ദേ ആർ അതാണ് പറയണേ, എമർജിങ് എന്ന് പറഞ്ഞേക്കണ എന്താ, ഇനിയും പുതിയ ടെക്നോളജീസ് വരും എന്നാണ്. പുതിയ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ചില ടെക്നോളജീസ് ഇപ്പൊ നിലവിലുള്ളതാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞു തന്നേക്കുന്ന ഈ മെത്തേഡുകളൊക്കെ. അതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ചില വേസ്റ്റുകളൊക്കെ ഇങ്ങനെ പാർട്ടിക്കിൾസ് ആയിട്ട് ഒട്ടച്ച് എന്താ പറയാ, ഭയങ്കര ഇതാക്കിയൊക്കെ കളയുന്ന രീതിയിലൊക്കെ. അത്തരം സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയ അത്തരമുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പഴയ പണ്ട് കാലത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ എവിടെ പോയി? അതൊക്കെ എന്താ പറയാ, ഉടച്ച് പാർട്ടിക്കിൾസ് ആക്കി ചെറിയ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ റീയൂസബിൾ ആയിട്ടുള്ളതൊക്കെ അതിന് വേണ്ടിയിട്ട് എടുത്തു, അല്ലാത്തതൊക്കെ മാറ്റിക്കളയണം. അത്തരം കാര്യങ്ങളൊക്കെ അതാണ് റീഗെയിൻ വാല്യൂബിൾ മെറ്റീരിയൽസ് ഫോർ റീയൂസ്. ഇവിടെ പ്ലാസ്മ ഗ്യാസിഫിക്കേഷനിൽ പറഞ്ഞേക്കണ. അതായത് ഹൈ ടെമ്പറേച്ചർ ഉപയോഗിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് നമുക്കപ്പം എടുക്കാൻ പറ്റുന്ന, റീയൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരിക്കും അതിനകത്ത്. അതൊക്കെ എടുക്കും തിരിച്ച്. അതെടുത്തിട്ട് അത് ബാക്കിയുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ പാർട്ടിക്കിൾസ് ആയിട്ടോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതൊക്കെ, വേസ്റ്റ് ഒക്കെ. ഓക്കെ, ഈ പ്ലാസ്മ ഗ്യാസിഫിക്കേഷനിൽ മാത്രമല്ലേ ഈ റീഗെയിൻ വാല്യുബിൾ മെറ്റീരിയൽസ്? അത് മാത്രമാണ്. അതെ വാല്യുബിൾ ആയിട്ടുള്ളത് എടുക്കാൻ പറ്റുന്നത്. എഴുതാം നമുക്ക് ക്വസ്റ്റ്യൻ, ബാക്കി ക്വസ്റ്റ്യൻ എഴുതാം. 46 സമയം കിട്ടില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ എഴുതിയാലോ? ക്വസ്റ്റ്യൻ എഴുതിയാലോ?
സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ. നോക്കട്ടെ, വേറെ ആരെങ്കിലും സംസാരിച്ചു. ഓക്കെ മിസ് എഴുതാം. ഓക്കെ. അപ്പൊ എഴുതിക്കോട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. നീഡിൽസ്, scalpels, scalpels, scalpels are examples of dash waste. Are examples of dash waste. Next one. എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിക്കുന്നത്. നീഡിൽസും സ്കാൽപ്സും ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. If the chemicals are spilled, immediately state soon, S-T-A-T-E, state soon whether it is immediately state soon whether it is dash spill, whether it is dash spill. Next one. Chemical spillage waste management. Chemical spillage waste management. Chemical spillage waste management. Chemical spillage waste management is adhered, A-D-H-E-R-E-D, adhered to dash regulations for disposal of dangerous waste. Disposal of dangerous waste. Next one. If the spill is in laboratory, laboratory area, pour disinfectants, pour, P-O-U-R, pour disinfectants, Nashini, disinfectants solution, pour disinfectant solution around the spill, and leave it for, L-E-A-V-E, leave ആണ് ട്ടാ. Leave it for dash minutes. Leave it for dash minutes. Leave it for dash minutes. Next one. Identification of spillage waste. Identification of spillage waste includes dash. Identification of spillage waste includes dash. Next one.
which are the response plans? Which are the response plans? Response plans ഏതൊക്കെയാണ്? Maintained by hospitals. Maintained by hospitals. Response plans maintained by hospitals. Next one, expands. Expands RCRA. RCRA എന്താണെന്ന് expand ചെയ്യാം. And the next one, name the, N-A-M-E, name the emerging trends and technologies. Name the trends and technologies in, name the emerging trends and technologies in spillage waste management. In spillage waste management. Okay, അത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ ഒപ്പം തന്നെ അതുകൂടിയൊക്കെ ചെയ്ത് വായിച്ചു പഠിക്കാം. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻസിന് ഷീബ ഏത് ആൻസർ ആണ് കിട്ടാഞ്ഞേ? ഏതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയാമോ? ഇപ്പൊ പറഞ്ഞതിലാണോ? ഇപ്പൊ പറഞ്ഞതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കൊടുത്തേ നിമിഷ. നീഡിൽസ് scalpels are examples of dash waste. Needles are scalpels. SCALPELS. Scalpels are examples of dash waste. എന്ത് വേസ്റ്റിന്റെ എക്സാമ്പിൾ? സ്കാൽപ്പൽസ് പറഞ്ഞാ അതായത് ചെറിയ കത്തി പോലുള്ള സാധനം, വൺ സൈഡ് ഷാർപ്പ് ആയിട്ടുള്ള ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അവര് ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ഷാർപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ. ചെറിയ കത്തി പോലത്തെ ഉപകരണം തന്നെയാണ്, ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. നൈഫ് ലൈക്ക് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. പറഞ്ഞോള ആൻസർ അല്ല ക്വസ്റ്റ്യൻ കിട്ടാഞ്ഞത് ഷീബ? ഡൗൺ ആയി പോയി തോന്നുന്നത്, കേൾക്കണല്ലോ. ഓക്കെ, ഇനിയില്ലല്ലോ ക്വസ്റ്റ്യൻസ് കിട്ടാത്തത് ഷീബ? ഇല്ല മിസ്സേ. കിട്ടി. കഴിഞ്ഞ ദിവസത്തിൽ എന്തോ ആൻസർ കിട്ടിയില്ലെന്ന് പറഞ്ഞില്ല, അതേതാ അറിയാമോ? ആൻസർ കിട്ടിയില്ല എന്ന് പറഞ്ഞോ? നെറ്റ് പ്രശ്നമാണെന്ന് തോന്നണം, അവിടെ ക്ലിയർ ആകുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് വായിച്ചിട്ട് വരാം. നമ്മൾ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് വരാട്ടാ. ഓക്കെ, ബൈ. ആരെങ്കിലും ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാവോ അതിന്റെ ആൻസേഴ്സ് ഒന്ന്? ഏതിന്റെ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ? അല്ല, കഴിഞ്ഞ ദിവസത്തെ. അതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടെ നിമിഷ. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഏതെങ്കിലും ആൻസർ ആളുടെ തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കിയേക്കട്ടെ നിമിഷ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. കുറച്ച് എഴുതിയിട്ടുണ്ട്, ഡോസിമീറ്റർ അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാവോ നിമിഷ?